യാസീൻ പതിവാക്കുന്ന ഒരാൾ അല്പാൽപമായി ഖുർആൻ ഓതിയിട്ട് ഖതം തീർക്കുക എന്ന ഒരു പുരോഗതിയിലേക്ക് വരണം. സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ഒരു ഫക്കീർ അല്ലെങ്കിൽ ഒരു മിസ്കീൻ ഈ വർഷം സക്കാത്ത് വാങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് ഈ പ്രാവശ്യം വന്നപ്പോ കുറച്ച് വൈകി. ഇതിപ്പോ റമദാൻ 27 ആയിട്ട് അവിടെ എത്തിയത്, ഇത് കുറച്ച് നേരത്തെ വരണ്ടീന്. അപ്പൊ അടുത്ത കൊല്ലം ഇയാളെടുത്ത് നേരത്തെ വരണം എന്ന് അടയാളം വെച്ച് വരുന്നത് ഇസ്ലാമിന് ഇഷ്ടമേ അല്ല. മറിച്ച് ഈ വർഷം സക്കാത്ത് വാങ്ങുന്ന ആൾ മനസ്സുകൊണ്ട് അള്ളാഹിനോട് പറയണം, പടച്ചോനെ ഞാൻ ഇയാളെ സക്കാത്ത് വാങ്ങേണ്ട താഴ്ന്ന കൈ ആയല്ലോ, എനിക്ക് സക്കാത്ത് വാങ്ങാത്ത അവസ്ഥയിലേക്ക് എന്നെ നീ അഭിവൃദ്ധിപ്പെടുത്തണേ. അദ്ദേഹം വീണ്ടും ദ്വാർക്കണം, പടച്ചവനെ സക്കാത്ത് കൊടുക്കുന്ന അവസ്ഥയിൽ വാങ്ങുന്നത് താഴ്ന്ന കൈയാണ്, കൊടുക്കുന്നത് മുകളിലുള്ള കൈയാണ്. സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട അവസ്ഥയിലേക്ക് എന്നെ നീ ഉയർത്തണേ. അതാണ് ഇസ്ലാം ഇഷ്ടപ്പെടുന്ന രീതി. സാധാരണഗതിയിൽ ഈ ഇരിക്കുന്നവരൊക്കെ നിസ്കരിക്കുന്നവരാണ്. എന്നാൽ എന്തു വേണം? ബാങ്ക് വിളിച്ചാൽ ആദ്യത്തെ വഖത്തിന് നിസ്കരിക്കുക. അതാണല്ലോ ഏറ്റവും ശ്രേഷ്ഠമായത്, അല്ലേ? സഹോദരിമാർ ശ്രദ്ധിക്കണം. നമ്മുടെ നിസ്കാരം എന്ന് പറയുന്നത് മഗ്രിബി അല്ലാത്ത വഖത്തുകളിലൊക്കെ നിസ്കരിക്കേണ്ടത് എപ്പോഴാണ്? ബാങ്ക് വിളിച്ച ഉടനെ. ഇശാ, സുബ്ഹി, ളുഹർ, അസർ ഇതൊക്കെ എന്ത് ചെയ്യും? ബാങ്ക് വിളിച്ചാൽ തൊട്ടടുത്ത 10 മിനിറ്റ് 15 മിനിറ്റ് കൂടിയാൽ 20 മിനിറ്റിനുള്ളിൽ ഇഖാമത്ത് വിളിച്ചുകൊണ്ട് ജമാഅത്ത് ആരംഭിക്കും. ആ സമയത്തുള്ള നിസ്കാരമാണ് ആ നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ബാങ്ക് വിളിച്ചാൽ ചൂടാറുന്നതിന് മുമ്പ് നിസ്കരിക്കാം. സ്ത്രീകൾക്കും അതാണ് വേണ്ടത്. പള്ളിയിൽ ഇഖാമത്ത് കൊടുക്കുന്ന സമയം ആദ്യ വഖത്താണ്. സഹോദരിമാർ ബാങ്ക് വിളിച്ചാൽ എന്ത് ചെയ്യണം? താമസിയാതെ മഗ്രിബിക്ക് ബാങ്ക് വിളിച്ച ഉടനെയാണ്. ബാക്കി സമയങ്ങളിലൊക്കെ ഒരു 10-20 മിനിറ്റിനുള്ളിൽ നിസ്കാരം നിർവഹിക്കണം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബത്തിലും വീട്ടിലുമൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ആയിഷമ്മ ബീബിയോട് ചോദിച്ചപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിന്റെ അകത്തളങ്ങളിൽ ഞങ്ങളോടൊപ്പം എല്ലാ വിഷയത്തിലും സന്തോഷത്തിനും സ്നേഹത്തിനും ചേർന്ന് നിൽക്കും. കുട്ടികളെ കളിപ്പിക്കും, പേരക്കിടാങ്ങളെ നന്നായി കളിപ്പിക്കും റസൂലുള്ളാഹി തങ്ങൾ. നബി തങ്ങളുടെ ഡ്രസ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലക്കും. വസ്ത്രത്തിനൊക്കെ കീറലോ ദ്വാരമോ ഓട്ടയോ ഒക്കെ ഉണ്ടായാൽ നബി തങ്ങൾ തുന്നി വൃത്തിയാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബീവിയുമുള്ള ജീവിതത്തിൽ ആയിഷ ബീവി പറയുകയാണ്, നബി തങ്ങൾ ഞങ്ങൾക്ക് 2 പേർക്കും കുളിക്കാനുള്ള വെള്ളം നബി തങ്ങൾ തയ്യാറാക്കി വെക്കും. അങ്ങനെ വീട്ടു ജോലിയിൽ സഹായിച്ചു നിൽക്കുന്ന മധ്യേ ബാങ്ക് വിളിക്കാൻ സമയമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാം പൂർത്തിയാക്കി വേഗത്തിൽ നിസ്കാരത്തിലേക്ക് പോകും. നമ്മൾ ഈ കാര്യം പഠിക്കുന്നതോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ നിസ്കരിക്കുന്നവരാണ് എല്ലാവരും. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ ദൂർ നിസ്കരിക്കാൻ എവിടെ എത്തും? അസറിന്റെ അടുത്തെത്തും. അസർ ബാങ്കിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ് ദൂറാണ് നിസ്കരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ പരിവർത്തിക്കണം. എന്തിലേക്ക്? ആദ്യ വഖത്തിലേക്ക് നിസ്കരിക്കാൻ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് ജീവിതത്തെ പരിവർത്തിപ്പിക്കണം. നിലവിലുള്ളതിൽ നിന്ന് അഭിവൃദ്ധി വരണം, ഉയർച്ച വരണം, വളർച്ച വരണം. ആദ്യ വഖത്തിൽ നിസ്കരിക്കുന്നതും അവസാന വഖത്തിൽ നിസ്കരിക്കുന്നതും വലിയ വ്യത്യാസമുണ്ട്, ഇല്ലേ? ഒരു ഉദാഹരണം പറയാം വേഗം. നമ്മൾ ഒരു കല്യാണത്തിന് പോയി. അവിടെ ചെന്നപ്പോൾ 1000 ആള് ആ കല്യാണത്തിനുണ്ട്. പക്ഷെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് 100 വീതം ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനേ സ്ഥലമുള്ളൂ. അപ്പൊ എത്ര ട്രിപ്പ് വെക്കേണ്ടി വരും?
1000 ആളും 100 ആള് ചോറ് കഴിച്ചാൽ എത്ര ട്രിപ്പ് വെക്കേണ്ടി വരും? 10 ട്രിപ്പ്. അപ്പൊ നിങ്ങളൊക്കെ കല്യാണത്തിന് എത്തിയിട്ടുണ്ട്, 1000 ആളും നമ്മളൊക്കെ ഉണ്ട്. അങ്ങനെ 10 ട്രിപ്പ് വെക്കണം എന്ന് നമ്മൾ ആദ്യമായി കണ്ടുവച്ചു. നമ്മള് കല്യാണത്തിന് ചെന്നാൽ ചോറ് വെക്കണ സ്ഥലം നോക്കുമല്ലോ. നമ്മളിപ്പോ എത്രയോ ആൾക്കാരെ കാണും. നിക്കാഹിന്റെ സദസ്സിൽ തന്നെ നിക്കാഹ് നടന്നാലും നടന്നില്ലേ മുപ്പര് കയ്യൊക്കെങ്ങാണ്ട് അവിടെ ചോറ് വെക്കണോടത്ത് കാത്തിക്കുണ്ടാവും. അപ്പോ ഭക്ഷണം കഴിക്കുന്നത് 10 ട്രിപ്പാണ്. അങ്ങനെ 10 ട്രിപ്പിലാണ് ഭക്ഷണം വെക്കുന്നതെങ്കിൽ ഈ കൂടിയിരിക്കുന്ന നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഏത് ട്രിപ്പിലിരിക്കാനാ ഉള്ളത്? പറഞ്ഞാൽ ഏതിലിരിക്കാനാ? ആദ്യത്തെ ട്രിപ്പുകാരൊന്ന് കൈവന്തിച്ചാണെന്നാണ് നമ്മൾ പറയേണ്ടത്. വേണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ടി മുന്നിൽ നിന്ന് ഒരാൾ വന്ദിച്ചാൽ തന്നെ മനസ്സിലാവും. കണ്ടോ, ആദ്യത്തെ ട്രിപ്പിലാണ്. എന്തുകൊണ്ട് അത് ആ ബിരിയാണിന്റെ ചെമ്പിന് പൊട്ടിച്ച് അല്ലേ, ആ പൊട്ടിച്ചൂടുമ്പോണ്ടൊരു സ്മെല്ല്, ആ വാസന വന്നതോടുകൂടെ നമ്മളെ മനസ്സ് അയക്ക് ദാഹിച്ചു. കൈ കഴുകി ഇങ്ങനെ പോയിട്ട് ഭക്ഷണത്തിന്റെ അടുത്താണ്ട് ഇരിക്കുമ്പോണ്ടല്ലോ നല്ല ചൂടുള്ള ബിരിയാണി ആവി ഇങ്ങനെ പോണുണ്ട്. കണ്ടാ, ആവി ഇങ്ങനെ പോണ. അല്ലാഹു റബ്ബി, ഒരു കണ്യാങ്ങന്റെ അച്ചാറും കൂടി ഉണ്ടെങ്കിലോ എന്താ കേട്ടോ? ആരും മുന്നണില്ല, തൊള്ളിയിൽ വെള്ളം നിറഞ്ഞില്ലേ, പിന്നെങ്ങനെ? പെണ്ണുങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് അതിന്റെ രസം കൊണ്ടേ. അപ്പൊ കണ്ടങ്ങള് ആ ഒന്നാമത്തത് കഴിഞ്ഞു, രണ്ടാമത്തത് കഴിഞ്ഞു. അതേ ചോറ് തന്നെയാണ് 10ാമത്തെ ട്രിപ്പിലും. പക്ഷെ ഈ ഒന്നാമത്തേന്റെ അത്തരം ഉഷാറുണ്ടാവും, ഉറപ്പല്ലേ? എന്നാ അതന്നെയാണ് നബി മുഹമ്മദ് മുസ്തഫ അസ്സലാത്തു ലിഅവ്വലി വഖതിഹാ. നിസ്കരിക്കുകയാണോ അതിന്റെ ആദ്യ ടൈമിൽ നിസ്കരിക്കണേ, ആദ്യ ടൈമിൽ നിസ്കരിക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞ പരിവർത്തനത്തെ നമ്മുടെ മനസ്സ് വായിക്കണം. നിസ്കരിക്കുന്നവരാണ് എല്ലാവരും. പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ആദ്യ വഖത്തിൽ, ആദ്യ ജമാഅത്തിൽ, ഒന്നാമത്തെ സൊഫിൽ, ഇങ്ങനെ നമ്മൾ ഇന്നലെ ഇല്ലാത്ത ഒരു മാറ്റം ഇന്ന്, ഇന്നില്ലാത്ത ഒരു വളർച്ച നാളെ, നാളെ ഇല്ലാത്ത ഒരു ഉയർച്ച മറ്റന്നാൾ, ഒരു ദിവസം ഭൂമിയിൽ അധികം ജീവിച്ചാൽ അതിന്റെ ഗുണം നമുക്ക് ആഖിറത്തിലും ദുനിയാവിലും ആസ്വദിക്കാൻ സാധിക്കണം. അവിടെയാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. അപ്പോ സക്കാത്ത് വാങ്ങുന്ന ആള് അടുത്ത കൊല്ലം വാങ്ങാൻ അയാളെ അടയാളപ്പെടുത്തി പോരില്ലല്ല. പടച്ചോൻ എന്റെ താഴ്ന്ന കഴിയുമായി ഇനി ഇയാളെടുത്ത് വരേണ്ട അവസ്ഥ എനിക്ക് തരല്ലേ, എനിക്ക് അടുത്ത വർഷം ഞാൻ ഫക്കീറായ ആൾ എന്നൊരു മിസ്കീനാക്കി, മിസ്കീനായ ആൾ അതിലേക്കാൾ ഉയർത്തി, അങ്ങനെ സക്കാത്ത് കൊടുക്കുന്നവനാക്കി എന്നെ നീ അഭിവൃദ്ധിപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയും അതനുസരിച്ചുള്ള അധ്വാനവും ഇസ്ലാം നമുക്ക് നൽകുന്ന ആ പാഠം അത് നമ്മൾ പഠിക്കണം, അത് നമ്മൾ ഉൾക്കൊള്ളണം. അല്ലെങ്കിൽ നമുക്ക് എന്നും വയല് കേൾക്കണ ജോലി, ഞങ്ങളെപ്പോലത്തവർക്ക് എന്നും പറയണ ജോലി, ഇത് എടുക്കേണ്ട പണിയായിരിക്കാം. പൂച്ചമ്പാർ ഉസ്താദ്, ഞാൻ ഇപ്പൊ 43ാമത്തെ കൊല്ലാണ് ഈ വയല് പറയുന്നത്. എന്റെ വളരെ ചെറുപ്പത്തിൽ മുത്താലിമാകുമ്പോ തുടങ്ങിക്കണ് ഞാൻ വയല് പറയാം. നന്ദി ദാറുസലാം അറബിക് കോളേജിൽ 1980-81 കാലത്ത് മുത്താലിമാകുമ്പോഴേ ഞാൻ സ്റ്റേജ് വയലിന് പോകാറുണ്ട്. അതിനിപ്പോ എന്തായി, ഒരു 43 കൊല്ലത്തെ പഴക്കായി. അള്ളാഹു ആഫിയത്ത് തരട്ടെ. ഒരു കുഴപ്പമില്ല, ആരോഗ്യത്തിലോ വിഷയത്തിലൊന്നും എന്തില്ല, ഒരു സംഗതിയില്ല. പരിശോധിക്കാൻ വേണ്ടി ഒരു ഡോക്ടർ ഇതുവരെ ഇന്നെ തൊട്ടിട്ടേ ഇല്ല. രോഗക്കാര് ഡോക്ടർമാരുണ്ട്, ഒരു മുസാഫത്ത് ചെയ്യാനല്ല. ആകെ 2 ഇഞ്ചക്ഷനാ ചെയ്തത്. ഒന്ന് ഹജ്ജിന് പോകാൻ വേണ്ടി മുമ്പ് ഒരു ഇഞ്ചക്ഷൻ ചെയ്തു, ആ ഒന്നുമ്പോ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ഇഞ്ചക്ഷൻ നമ്മളെ പ്രധാനമന്ത്രിക്ക് വേണ്ടിയാണ് ചെയ്തിട്ടുണ്ടാവും. പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ട് ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ ആധാർ കാർഡിന് വേണ്ടി മേമാലിയാക്ക പോയി. അപ്പൊ ചെന്നപ്പോ ആധാർ കാർഡിന് ചെന്ന് നോക്കുമ്പോ സാധാരണത്തെ മാതിരിയല്ല. മൂപ്പരെ 2 പേരില് കുട്ടിങ്ങാണ്ട് അതിൽ ഒപ്പിട്ടു, ഈ 2 പേരിൽ വെച്ച് അതും ഒപ്പിട്ടു, ഈ 2 പേരിൽ വെച്ച് അത് 10 പേരിലും. നിങ്ങൾക്ക് ഓർമ്മല്ലേ? 10 പേരിലും. അപ്പൊ മൂപ്പരെ കുഴങ്ങി അവിടെ ഇരുന്ന് കുറെ കഴിഞ്ഞിട്ട് പോണില്ല.
അപ്പൊ ആ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ ചോദിച്ചു, എന്തേ വലിയ പോണില്ലേന്ന് ചോദിച്ചു. അല്ല, നമ്മളെ കാലിന് വല്ല ഒപ്പുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പോകാതിരിക്കുകയാണ് ഞാൻ, ഇഞ്ഞെക്കൊണ്ട് ഇനി രണ്ടാമത് വരാനാവൂല. അപ്പോ ഇങ്ങനെ ആൾക്കാർ ഇതിനൊക്കെ പോയി കുഴങ്ങിക്കുത്തിരിക്കുന്ന ആൾക്കാർ. അപ്പൊ അള്ളാഹു നമുക്കൊക്കെ ഖൈറ് തരട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ജീവിതത്തെ നമ്മൾ പരിവർത്തിപ്പിക്കണം, ഖൈറിലേക്ക്, നന്മയിലേക്ക്, ഐശ്വര്യത്തിലേക്ക്. ഒരു പെണ്ണും ഒരു പുരുഷനും വിവാഹിതരായാൽ നമ്മൾ അഭിവൃദ്ധിയെ ആഗ്രഹിച്ചുകൊണ്ടേ നിൽക്കുകയാണ്, അല്ലേ? ഒരു പെണ്ണിന് കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലം ആയാൽ മതി, കുട്ടികളില്ലാഞ്ഞ അതിന്റെ അടയാളങ്ങളൊന്നും ഇല്ലെങ്കിൽ പെണ്ണുങ്ങൾ അടിയിൽ തുടങ്ങും. നമ്മളെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുറെ ആയി, ഇപ്പം എന്താ ഇപ്പൊ കാട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങും വർത്താനം. എന്തുകൊണ്ട്? അഭിവൃദ്ധി ഇല്ലാത്തത് കൊണ്ട്, പുരോഗതി ഇല്ലാത്തത് കൊണ്ട്. ഇപ്പൊ ഇങ്ങനെ കല്യാണം കഴിക്കണം തന്നെ ഉള്ളു, ശരീരങ്ങൾക്കൊന്നും തീരെ അന്തമല്ല. നാളെ ഒരു ചങ്ങായി വന്നിങ്ങാട്ട് പറഞ്ഞു, ഉസ്താദെ പ്രത്യേകം ദ്വാർക്കണം, എനിക്കൊരു കുട്ടികളൊന്നും ആയിട്ടില്ല, കല്യാണം കഴിഞ്ഞിട്ട് എത്തിരായി ചോദിച്ചു. 3-4 മാസമായി. ഇവന്റെ അടുത്ത് എന്ത് കഥയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കി. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സംഗതി ഉള്ളത്. ദ്വാർക്കാൻ വേണ്ടിയാണ് പറയാന്നല്ലാതെ നമ്മൾ അഭിവൃദ്ധിയെ ആഗ്രഹിക്കുമ്പോൾ എന്ത് വേണം? നമ്മുടെ മനസ്സ് തയ്യാറാകണം, അതനുസരിച്ചുള്ള പ്രവർത്തനം നമ്മുടെ കയ്യിലുണ്ടാവണം. നിസ്കാരത്തെ പറ്റി പഠിച്ചാൽ, നോമ്പിനെ പറ്റി പഠിച്ചാൽ, സകാത്തിനെ പറ്റി പഠിച്ചാൽ, കച്ചവടത്തെ പറ്റി പഠിച്ചാൽ, ഒരു കച്ചവടക്കാരൻ ഒരു ചെറിയൊരു കച്ചവടം തുടങ്ങി, ആ കച്ചവടം അഭിവൃദ്ധിപ്പെട്ട് വരുത്താൻ എന്താണ് ഞാൻ കച്ചവടത്തിൽ ചെയ്യേണ്ടത്? ചെറിയ പ്രായത്തിൽ എന്താണ് നമ്മളൊരു ഇഞ്ചക്ഷൻ ചെയ്യലുണ്ട്. എന്ത് ഇഞ്ചക്ഷൻ? പോളിയോ. ആ ഇഞ്ചക്ഷനിൽ എന്തോ പിഴവ് പറ്റി ഒരു പെൺകുട്ടി പാലക്കാട്. ഇന്നത്തെ പ്രാവശ്യത്തെ കഴിഞ്ഞ ശനിയാഴ്ചയുടെ സിറാജിന്റെ നമ്മളാ വാരാന്തപ്പതിപ്പിൽ ആ പ്രതിവാരത്തിന്റെ ലാസ്റ്റ് പേജിൽ നമുക്കൊരു പെൺകുട്ടിയുടെ ഫോട്ടോ ഇങ്ങനെ കൊടുത്തത് കാണും. ആ പെൺകുട്ടി വികലാംഗയാണ് ആ പെൺകുട്ടി. ജീവിതത്തിന്റെ ദാരിദ്ര്യത്തിൽ അച്ഛനമ്മമാർ കഷ്ടപ്പെട്ടു. സ്വന്തം വീട് വാടക വീട്ടിലേക്ക് മാറ്റേണ്ടി വന്നു, ചികിത്സക്ക് പണം ചെലവഴിച്ചു. സ്കൂളിലും മറ്റും പോകാൻ സൗകര്യമില്ലാതായി. ജ്യേഷ്ഠത്തി പഠിക്കുന്നത് കേട്ട് അത് പഠിച്ചു വന്നു. ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് കഷ്ടപ്പെട്ട ആ പെൺകുട്ടി പലതും ചെയ്തു നോക്കി, ഒന്നും രക്ഷപ്പെടുന്നില്ല. പക്ഷെ ആ കുട്ടിയുടെ മനസ്സ് തളർന്നില്ല. വീണ്ടും വീണ്ടും പുരോഗമിക്കുക എന്ന രീതിയിൽ ആ കുട്ടി ശ്രമിച്ചു. എന്ത് ചെയ്തു? വീട്ടിൽ സ്വന്തമായി അച്ചാറുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ അച്ചാറ് കച്ചവടം അഭിവൃദ്ധിപ്പെട്ട് ഇന്ന് കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും മികച്ച അച്ചാറിന്റെ കമ്പനി ഉടമയാണ് ആ പെൺകുട്ടി. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് മാറാതെ നിൽക്കുക, അതല്ല ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. മതം പഠിപ്പിക്കുന്നത് വളർച്ചയാണ്, ഉയർച്ചയാണ്, അഭിവൃദ്ധിയാണ്. ഫാറള് നിസ്കരിക്കുന്നവർ സുന്നത്തിലേക്ക് കൂടി, റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുന്നവർ ദുഹാ നിസ്കാരത്തിലേക്ക് കൂടി, ദുഹാ നിസ്കരിക്കുന്നവർ വിത്ർ നിസ്കാരത്തിലേക്ക്, വിത്ർ ഒരു റക്അത്ത് നിസ്കരിക്കുന്നവർ 3-ലേക്ക്, 3 നിസ്കരിക്കുന്നവർ 11-ലേക്ക്. അഭിവൃദ്ധിയും പുരോഗതിയും ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കണം, മാറാതെ നിൽക്കലല്ല. ഒരാളെ കണ്ടു, അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല വയസ്സ് എത്ര ആയിട്ടുണ്ടാവുന്നു? അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് 65 വയസ്സായി. പിന്നെ അയാളെ കണ്ടത് 10 കൊല്ലം കഴിഞ്ഞത്. അപ്പൊ അയാളോട് ചോദിച്ചു, അല്ല ഇപ്പൊ വയസ്സെത്രയായി ചോദിച്ചു. ഇപ്പൊ 65ആയി. ഇപ്പോഴും 65ആന്ന് ചോദിച്ചു. 65. അപ്പൊ നിങ്ങളല്ലേ 10 കൊല്ലം മുമ്പ് 65 എന്ന് പറഞ്ഞു. അതെ, 65 ശേഷം ഞാൻ പിന്നെ വാക്ക് മാറ്റിയിട്ടില്ല. ഒരു യോഗ്യതയാണ്. അപ്പൊ ഇങ്ങനെയുള്ള യോഗ്യതയിൽ നിൽക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ഞാൻ എന്നോടും നിങ്ങളോടും ഉണർത്തുന്നത്, ഒരു ദിവസം ഭൂമിയിൽ ജീവിക്കാൻ അള്ളാഹു അവസരം തന്നാൽ നമുക്ക് മാറ്റം സംഭവിക്കണം. നന്മയിലേക്ക്, ഖൈറിലേക്ക്, അഭിവൃദ്ധിയിലേക്ക്. കച്ചവടമായാലും കൃഷിയായാലും ബിസിനസ് ആയാലും വ്യാപാരമായാലും അങ്ങനെ നമ്മുടെ ആരാധനകളിലും എല്ലാം ആ മാറ്റം. അപ്പൊ നമ്മൾ പണ്ടേ ചേലായ ഒരു സംഗതിയാണ്,
വല്ല സദസ്സും ഒക്കെ സംഘടിപ്പിച്ച കുട്ടികളൊരു 14 മുന്നിലെ കസാരി കുത്തിരിക്കുക, വലിയവരൊക്കെ എയിലെങ്കിലും ഒക്കെ ഇങ്ങനെ നടക്കുക. നമ്മളിപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയാണ്. അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, പിന്നോക്ക വിഭാഗം എന്നുള്ളത് തൃപ്തിപ്പെട്ട് നിൽക്കുകയാണ് നമ്മൾ. അള്ളാഹു തആല ഖൈർ തരാം. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ പറയേണ്ട ഒരു സംഗതി കുടുംബജീവിതമാണ്. അള്ളാഹു തആല ഞങ്ങൾക്ക് നല്ല കുടുംബജീവിതം നൽകണേ അല്ലാഹ്. കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുന്തോറും ഇമ്പം എന്നാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുന്തോറും ഇമ്പം. ആ ഇമ്പം ഉണ്ടാകേണ്ടത് എവിടെയാണ്? മനസ്സുമാണ്. ശരീരം കൊണ്ട് അടുക്കും അകലും, അത് മനുഷ്യന്റെ ജീവിതത്തിനനുസരിച്ച് വരും. ശരീരം കൊണ്ട് അടുത്താലും അകന്നാലും മനസ്സുകൊണ്ട് അടുത്തിരിക്കുക. ഭർത്താവ് അബുദാബിയിലാണ്, ഭാര്യ ഈ കിണറടപ്പിലാണ്. പക്ഷേ ഭൂമിശാസ്ത്രപരമായി അത്ര അകൽച്ചയുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഒരു അടുത്ത് നിൽക്കുകയാണോ അല്ലേ? അതാണ് കുടുംബം. വേറെ ഒരു ഭാര്യ ഭർത്താക്കൾ, പെണ്ണിന്റെ പേര അപ്പുറത്തും ആണിന്റെ പേര അപ്പുറത്തുമാണ്. പെണ്ണിന്റെ പേര തൊട്ടപ്പുറത്ത്, ആണിന്റെ പേര തൊട്ടപ്പുറത്ത്. ഓല് രണ്ടാളും പിണങ്ങി നിൽക്കൽ തുടങ്ങിയിട്ട് കൊല്ലത്തിരായി എന്നറിയങ്ങൾ. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ അവിടുന്ന് വിളിച്ചാൽ ഇവിടുക്ക് കേൾക്കും, ഇവിടുന്ന് വിളിച്ചാൽ അവിടുക്ക് കേൾക്കും. പക്ഷെ ഓരോ മനസ്സ് എത്ര ദൂരെയാണ്? വീട് അപ്പുറമാണ്, മനസ്സോ? കുടുംബം എന്ന വ്യവസ്ഥിതിയെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ടത് കൂടുന്തോറും ഇമ്പം. അതെവിടെയാണ് ഉണ്ടാകേണ്ടത്? മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് സ്നേഹത്തിന്റെ പാലം, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സ്നേഹത്തിന്റെ പാലം, അതാണ് കുടുംബം. ആ കുടുംബത്തിൽ രക്തബന്ധ കുടുംബം, വിവാഹബന്ധ കുടുംബം, കുടുംബമല്ലെങ്കിലും അയൽപ്പക്ക ബന്ധം, ഇതൊക്കെ ഇസ്ലാം വളരെ കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. നബിയുല്ലാഹി ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സ്വർഗ്ഗലോകത്താണ് താമസിപ്പിച്ചത്. സ്വർഗ്ഗലോകത്ത് ആദം നബി അലൈഹിസ്സലാം താമസിക്കുമ്പോൾ സ്വർഗത്തിൽ എല്ലാ സുഖമുണ്ട്, എല്ലാ സന്തോഷമുണ്ട്, അല്ലേ? സ്വർഗം അത്ര ഐശ്വര്യമാണ്, എല്ലാ സന്തോഷമുണ്ട് സ്വർഗത്തിൽ. പക്ഷെ സ്വർഗത്തിൽ ആദം നബിക്ക് ഒരു ഇണയായി, ഒരു തുണയായി മനുഷ്യരാരും ഇല്ല. ആദം നബി മാത്രമല്ലോ. എല്ലാ സുഖമുണ്ടെങ്കിലും മനുഷ്യന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ, മനുഷ്യ ശരീര പ്രകൃതി അനുസരിച്ചുള്ള കാര്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ അതിനൊരു ഇണയില്ല, അതിനൊരു തുണയില്ല. അത് ആദം നബി അലൈഹിസ്സലാമിന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാം നന്നായി സ്വർഗത്തിൽ ഉറങ്ങി. ആ ഉറക്കത്തിൽ ശരീരത്തിൽ നിന്ന് ഒരു ചെറിയ എല്ല് അതെടുത്തുകൊണ്ട് ബീവി ഹവ്വാ റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ചു. ആദം നബി അലൈഹിസ്സലാം ഉറക്കൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പം അടുത്തുണ്ട് ഒരു 18 വയസ്സായ ഒരു സുന്ദരിയായ പെണ്ണ് ചിരിച്ചിങ്ങനെ നിൽക്കണം. എന്തൊരു കൗതുകായി, അത് എന്തൊരു സന്തോഷായി. അപ്പൊ ആദം നബി അലൈഹിസ്സലാം മനുഷ്യ പ്രകൃതിയിൽ അതേപോലത്തെ ഒരാളെ കാണുമ്പോ ഉണ്ടാകുന്ന ഒരു കൗതുകം ഉണ്ടല്ലോ, ആ കൗതുകത്തിൽ ഉറക്കൽ നിന്ന് ഉണർന്ന ആദം നബി അലൈഹിസ്സലാം ഹവ്വാഇനെ കണ്ടപ്പോൾ അതിസന്തോഷത്തോടുകൂടെ അങ്ങോട്ട് അടുക്കുകയാണ്. അപ്പൊ അവിടെ ഒരു നിയമം വന്നു, നിൽക്കട്ടെ, നിങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് സുഖജീവിതത്തിന്റെ ആളുകളാണ്, പക്ഷെ ചില നിയമങ്ങളുണ്ട്. അതനുസരിച്ച് സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹയും ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ വെച്ച് നിക്കാഹ് ചെയ്തു. സ്വർഗത്തിൽ വെച്ച് നിക്കാഹ് ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു കാര്യം ഉറപ്പായി. എന്താണ് ആ ഉറപ്പ്? സ്വർഗത്തിൽ വെച്ച് നിക്കാഹ് ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ നിക്കാഹ് ബന്ധത്തിന്റെ, കുടുംബ ബന്ധത്തിന്റെ തുടക്കം അത് സ്വർഗത്തിലാണെന്ന് പറയുന്നതോടുകൂടെ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം അല്ലേ, കുടുംബ ജീവിതത്തിന്റെ തുടക്കം വരെയാണ്. അത് തുടങ്ങുന്നത് എവിടുന്ന? സ്വർഗത്തിൽ നിന്നാണ്. ഇനി ഭൂമിയിൽ വന്ന് മനുഷ്യൻ രണ്ടാമതും
സ്വർഗലോകത്ത് വീണ്ടും ഒരു നിക്കാഹ് നടക്കും. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വർഗലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നിക്കാഹ് നടക്കും. സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ തന്നെ അവസാനിക്കുന്നതാണ് കുടുംബ ബന്ധം. മാത്രമല്ല, ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഒരു ഇണയും തുണയും എത്രമാത്രം മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ട് നിൽക്കുന്നോ, ഭർത്താവിന്റെ സ്വർഗമാണ് ഭാര്യ, ഭാര്യയുടെ സ്വർഗമാണ് ഭർത്താവ്. അവരുടെ രണ്ട് കൂട്ടരെയും സ്വർഗമാണ് രണ്ട് മാതാപിതാക്കൾ, ഭർത്താവിന്റെ വാപ്പയും ഉമ്മയും, ഭാര്യയുടെ വാപ്പയും ഉമ്മയും. അങ്ങനെ രണ്ട് മാതാപിതാക്കൾ അവരുടെ സ്വർഗമാണ്. അങ്ങനെയുള്ള ഒരു സ്വർഗം മനസ്സിൽ കണ്ടുകൊണ്ട് ആശിച്ച് മോഹിച്ച് ദാഹിച്ച് ആരാണോ ദുനിയാവിൽ നല്ല ജീവിതം നയിച്ചത്, ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഭൂമിയിലെ നല്ല ജീവിതത്തിന് ശേഷം സ്വർഗത്തിലുള്ള കുടുംബ ജീവിതത്തെ പറ്റിയാണ് സൂറത്തു യാസീനിൽ ഈ കാര്യം ഉണർത്തുന്നത്. അപ്പോ കുടുംബം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ തന്നെ അവസാനിക്കുന്ന ഒരു സംഗതിയാണ്. ആ കുടുംബ ജീവിതം പാലിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യങ്ങൾ അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. നമ്മളാ പെണ്ണുങ്ങളെ ഭാഗത്ത് ചായ കൊടുക്കൽ തീരുന്നില്ലേ? എത്ര നേരമായി ഇത് കൊടുക്കുന്നത്? വേഗം കൊടുത്ത് അവസാനിപ്പിക്കുക. ചായ കുടിക്കാനായിട്ട് പോകുന്ന മാതിരിയാ തോന്നില്ല. അപ്പൊ അല്ലാഹു ഖൈറ് തരട്ടെ. നമ്മളാ പെൺകുട്ടികളൊക്കെ നല്ല വളണ്ടിയർമാർ, മക്കൾ നല്ലോണം അധ്വാനിക്കണേ കാണുന്നുണ്ട്. അള്ളാഹു ആ സഹോദരിമാർക്കൊക്കെ റാഹത്ത് കൊടുക്കണേ അല്ല, സന്തോഷം കൊടുക്കണേ അല്ല. ബാക്കിയുള്ള സഹോദരിമാരോട് ചായങ്ങളെല്ലാരും കയ്യിലെത്തും. ചായന്റെ ഒപ്പം എന്തുണ്ടാവും? കടി ഉണ്ടാവും. നിങ്ങൾക്കൊക്കെ ചായയും കടിയും കിട്ടിയ ഇല്ല. ആദ്യം പെണ്ണുങ്ങൾക്കാണ് കൊടുക്കേണ്ടത്, അല്ലേ? എന്തുകൊണ്ട്? പെരീന്നോ ഓൽക്കാണ് ആദ്യം കിട്ടുക, അല്ലേ? നിങ്ങളൊക്കെ വിചാരം നിങ്ങൾക്കാണ് ആദ്യം കിട്ടുന്നത് എന്ന്. അങ്ങനെ തന്നെ നിന്നോട്ടെ, ഞാൻ ഇപ്പൊ കള്ളി പൊളിച്ചണില്ല. പെണ്ണുങ്ങൾ മധുരം നോക്കാത്ത ഒരു ചായക്കാലത്തിലൊക്കെ നിങ്ങൾ കുടിച്ചിക്കണം. അതാ പറഞ്ഞത്. ഓലിപ്പുണ്ടോ നോക്കാത്ത ഒരു കറി നമുക്ക് ഇതുവരെ കിട്ടിക്കണം. കുഞ്ഞായ്മത് പറഞ്ഞു, ഓൻ്റെ പെണ്ണുങ്ങൾക്ക് ഇറച്ചിയൊന്നും തീരെ തിന്നാൻ വേണ്ട. എങ്ങനെ വേണ്ടി വരിക? 1 കിലോ വാങ്ങിയിട്ട് സഭയ്ക്ക് കൊണ്ടുവന്നപ്പോൾ അതിന് 600-700 അയക്കണം. അപ്പൊ എന്താ? കുറച്ച് ഉപ്പുണ്ടോ നോക്കി, കുറച്ച് ബന്ധുക്കണോ നോക്കി, കുറച്ച് മസാല പിടിച്ചിക്കണോ നോക്കി. പിന്നെ ഓക്ക് അത്തരത്തിനല്ലേ വേണ്ടി വരുള്ളൂ. അത് ഓൽക്കുള്ള ഒരു തൗഫീഖാണ്. അതിന് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമല്ല. അള്ളാഹു നമ്മളെ സഹോദരിമാർക്കൊക്കെ ഖൈറ് കൊടുക്കണേ അള്ളാഹ്. നിങ്ങളൊന്നിങ്ങനെ ഒരു സലാത്തും ദുആയൊക്കെ ആയിട്ട് നിങ്ങളിൽ ഒപ്പം നിൽക്കണം. അല്ലെങ്കിൽ തന്നെ ഈ വയലിന്റെ സ്റ്റേജും നമ്മളും നിൽക്കുന്നത് അത്രയും ഇതാണ്. ഒരു എറിഞ്ഞു തരുന്ന മതിനെ സംഗതി ഉള്ളത്. നിങ്ങൾ കുറെ അകലി, ഞാൻ കുറെ ഉയരത്തിലും, നമ്മൾ തമ്മിൽ എന്തോ ഒരു പ്രശ്നമായിട്ട് അത് തീർക്കാമെന്ന മാതിരിയാണ് ഇതിന്റെ കോലുള്ളത്. ഇത് ഇതിനേക്കാളും കുറച്ച് താഴ്ത്തണം. എന്നിട്ട് ആളുകൾ കുറച്ചും കൂടി അടുത്തിരിക്കണം. അപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി പറ്റുക. ഗാനമേളക്കും ദഫ്റാത്തിബിനൊക്കെ അത് മതി. അപ്പൊ അള്ളാഹു തആല ഖൈറ് തരട്ടെ. നിങ്ങളൊരു ചലനം കൂടി ഇല്ലാതിരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഒരു പറയണ സോക്കോടും നിങ്ങൾക്ക് കേൾക്കണ സോക്കോടും മാത്രമായി മാറുകയാണ്. അള്ളാഹു നീ റാഹത്ത് നൽകണേ അള്ളാഹ്. മലക്കുൽ മൗത്ത് അസ്റായീൽ ഒന്ന് നല്ലോണം ചെല്ലിക്കൾ. ഇവിടെ എവിടെയെങ്കിലും നോക്കിക്കണുണ്ടോന്ന് അള്ളാഹു ആയാലും. എല്ലാരും നിങ്ങൾ ഒരേ മാതിരി കരുതണ്ട, ഒന്ന് ശ്രദ്ധിക്കണേ, നല്ലതാ. മലക്കുൽ മൗത്ത് അസ്റായീൽ. അപ്പൊ പേടിപ്പിച്ചാ പേടിച്ചു നിങ്ങളില്ലേ? അപ്പൊ അത് ശരി, അറിയായിട്ടല്ല. ഇരിക്കട്ടെ. നമുക്ക് കുടുംബജീവിതം എന്ന് പറയുമ്പോൾ അത് മനസ്സും തമ്മിലാണ്. നിങ്ങൾ നോക്കിയും നമ്മളൊരു വിവാഹ ജീവിതത്തിലേക്കാണ് കടക്കുമ്പോൾ ഒരു നാട്ടിലുള്ള ഉത്തരവാദപ്പെട്ട പള്ളിയിലെ ഖാദി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ
അന്യ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി, അന്യ കുടുംബത്തിൽപ്പെട്ട ഒരു ആൺകുട്ടി, അവരെ തമ്മിൽ മനസ്സും ആണ് കൂട്ടിയിണക്കുന്നത്. അതെല്ലാവർക്കും കാണാതെ കിട്ടും. എന്റെ ഒപ്പം ഒരു ചങ്ങായി ഓതി പഠിച്ചു. പിന്നെ ഓൻ കുറെ കാലമായിട്ട് ഓത്തൊക്കെ നിർത്തി. ഇന്നാൾ ഓനെ കണ്ടു വെക്കുമ്പോ പറ്റ മോശയിക്കണ ആൾ. ഓനോട് ഞാൻ പറഞ്ഞു, എടാ നമ്മളൊക്കെ ഒപ്പം ഓതിയതാണല്ലോ, കുറച്ച് കിതാബൊക്കെ ഓതിയതല്ലേ. ഓൻ പറഞ്ഞു, ഉസ്താദെ ഓതിയതൊക്കെ മറന്നു വെച്ചു. ഒന്നും ഓർമ്മയില്ല വെച്ചു. ഒന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ സൗവജത്തുക്കാവ് അങ്കായത്തുക്ക അതെന്നെ ഓർമ്മയുള്ളൂ. അപ്പൊ നോക്കിങ്ങള് അത്ര സന്തോഷമുള്ള സംഗതിയാണത്. അപ്പോ അതിപ്പോ എല്ലാവർക്കും അങ്ങനെയാണ്. ഒരു ഭാര്യ ഭർത്താവായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സന്തോഷമില്ലാത്തതായിരിക്കാം. ഞാനൊരു അറബി നോവൽ വായിക്കും. ആ നോവൽ ഇങ്ങനെ വായിക്കുമ്പോൾ അതിലുണ്ട് ഒരു കഥ. ഒരു വല്യമ്മാനെയും കൊണ്ട് മകൻ ഹജ്ജിന് പോയി. അപ്പൊ അവിടെ തിരക്ക്. അപ്പൊ തിരക്ക് കണ്ടപ്പോ ഈ കുട്ടി എന്ത് ചെയ്തു, വല്യമ്മ തിരക്കപ്പെടണ്ട, നടക്കാൻ പറ്റാതെ എന്ന് വിചാരിച്ചിട്ട് ഒരു തൊട്ടിലുണ്ടാക്കി. ആ തൊട്ടിലുണ്ടാക്കിയിട്ട് ഇങ്ങനെ തോളിലിട്ടിട്ട് വല്യമ്മാനെ അതിൽ കടത്തി. എന്നിട്ട് ഇങ്ങനെ പോകുമ്പോ ഒരാൾ ചോദിച്ചു, എന്താ കുട്ടി എന്തെങ്കിലും ചോദിച്ചു. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ വയസ്സായ വല്യമ്മയാണ്. അപ്പൊ ആ ചെറുപ്പക്കാരൻ ഈ തൊട്ടി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, കുട്ടി ഇതിനെങ്ങനെ കൊണ്ടുപോകണോ, ഇതിനൊക്കെ ഒരു പുതിയാപ്പിളിനെ കൊണ്ടാണ് കെട്ടിച്ചൂടെ. ഇപ്പൊ ഈ ചെറുപ്പക്കാരൻ തട്ടിക്കയറി വർത്താനം പറഞ്ഞു. നിങ്ങൾ ഓരോരോ വർത്താനം പറയാൻ കണ്ട നേരെ അത് ഇങ്ങനത്തെ വർത്താനൊക്കെ പറയണ്ട നേരെ. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ദേഷ്യം പിടിച്ചപ്പോ തൊട്ടീന്ന് ആ വല്യമ്മ പറഞ്ഞു, കുട്ടിയെ ആരെങ്കിലും കാര്യം പറയുമ്പം അങ്ങനെ ദേഷ്യം പിടിച്ചെടുത്തിട്ടോ. അതാ പറഞ്ഞത്. ഇങ്ങനത്തെ ഒരു സംഗതിയാണ് ഏത് എന്ന് പറഞ്ഞത്, ഈ കുടുംബജീവിതം എന്ന് പറയുന്നത്. അല്ലാഹു തആല നമുക്കൊക്കെ ഖൈറ് തരട്ടെ. അപ്പൊ അതുകൊണ്ട് പിണങ്ങി നിൽക്കുക, അകന്ന് നിൽക്കുക എന്നതല്ല കുടുംബം. മറിച്ച് രക്തബന്ധം, വിവാഹബന്ധം, അതൊക്കെ എന്തിനാണ്? മനസ്സും തമ്മിൽ അടുത്ത്. യാ റബ്ബ് യാ റബ്ബ്. ഷുഐബ് നബി അലൈഹിസ്സലാം തന്റെ മകളെ മൂസാ നബി അലൈഹിസ്സലാമിന് നിക്കാഹ് ചെയ്തു കൊടുക്കുമ്പോൾ, ഇന്നി ഉരീദു അൻ ഉൻകിഹക, നിനക്ക് നിക്കാഹ് ചെയ്തു തരാം എന്നാണ് ഷുഐബ് നബി അലൈഹിസ്സലാം പറയുന്നത് മൂസാ നബിയോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈനബ് ബീവി റളിയല്ലാഹു അൻഹയെ നിക്കാഹ് ചെയ്യുന്നതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താണ്? ഫലമ്മാ ഖളാ സൈദും മിൻഹാ വതറൻ സവ്വജ്നാകഹ, അവളെ നിനക്ക് ഇണയാക്കി തരാം. സവ്വജ, അതാണ് നമ്മുടെ ആലിമീങ്ങൾ ഈ രണ്ട് മനസ്സും തമ്മിൽ കൂട്ടി ഇണക്കിയിട്ട് ഊട്ടി ഉറപ്പിച്ച് മീസാക്കൻ ഖലീല, സുഭദ്രമായ ഒരു ഉടമ്പടി. വിവാഹ ജീവിതം ഒരു ദിവസത്തേക്കും ഒരു കാലത്തേക്കും ഒരായുസ്സിലേക്കും മാത്രമല്ല, കാലാകാലത്തേക്കും. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞ രണ്ടും ചേർത്ത് സവ്വജ്തുക, നിനക്ക് ഇണയാക്കി തന്നു, വഅൻകഹ്തുക, നിനക്ക് കൂട്ടിച്ചേർത്ത് തന്നു. മനസ്സും തമ്മിലാണ് ആ കൂട്ടിച്ചേർക്കൽ, ആ ഇണയാക്കൽ. ആ ഇണ ജീവിതത്തിന്റെ സന്തോഷം അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വയസ്സ് 25. ഖദീജ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് വയസ്സ് 40. 40-നിടക്ക് ഖദീജ ബിബിയെ 2 വിവാഹം ചെയ്തിട്ടുണ്ട്. അതിൽ ഖദീജ ബിബിക്ക് 3 മക്കളും ഉണ്ടായിട്ടുണ്ട്. ആ ഭർത്താക്കന്മാര് മരണപ്പെട്ട ശേഷം ഖദീജ ബിബി റളിയല്ലാഹു അൻഹ മക്കളെ സംരക്ഷിച്ചു. ഇനി ഞാൻ ഒരു ഭർത്താവിനെ സ്വീകരിക്കുന്നില്ല എന്ന നിലപാടിൽ നിൽക്കുകയാണ്. ഖദീജ ബിബി ആണെങ്കിൽ മക്കയിലെ ഉയർന്ന തറവാട്ടുകാരിയാണ്. അവിടുത്തെ വർത്തക പ്രമുഖയാണ്, വലിയ കച്ചവടക്കാരിയാണ്. ഞാൻ 1990 മക്കത്ത് പോകുമ്പോൾ സഫാ മറുവയിൽ സഅയ് അവസാനിപ്പിച്ച് മറുവിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ആദ്യം കാണുന്ന ഒരു ജ്വല്ലറി, പിന്നെയും ഒരു ജ്വല്ലറി, പിന്നെയും ഒരു ജ്വല്ലറി. അങ്ങനെ അങ്ങോട്ട് കേറിയാൽ ഏകദേശം ഇന്ന് ജന്നത്തുൽ ബഖീഇന്റെ അവിടെ എത്തുന്നത് വരെ ആ പാലത്തിന്റെ മസ്ജിദുൽ ജിന്നൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, ഏകദേശം അതുവരെ 2 സൈഡിലും മാർക്കറ്റാണ്, വിവിധ കച്ചവട മാർക്കറ്റ്. അത് ഖദീജ ബീവിയുടെ മാർക്കറ്റായിരുന്നു. അത്ര വലിയ കച്ചവടക്കാരിയാണ് ഖദീജ ബീവി. ഖദീജ ബീവിയുടെ കച്ചവടത്തിന് നേതൃത്വം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയ്യിൽ വന്നു. നബി തങ്ങളെ പറ്റി ഖദീജ ബീവി പഠിച്ചു. അങ്ങനെ കുടുംബത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി തങ്ങളും ഖദീജ ബീവിയും വിവാഹിതരാകുമ്പോൾ അവിടെയാണ് നമ്മൾ കുടുംബജീവിതം പഠിക്കേണ്ടത്.
നബിതങ്ങൾ തറവാടിത്തം കൊണ്ട് ഉയർന്നു നിൽക്കുന്ന ആളാണെങ്കിലും പണം കൊണ്ട് വളരെ കുറവാണ്. ഖദീജ ബീവിയുടെ കച്ചവടത്തിന്റെ മാനേജ്മെന്റ് നബിതങ്ങൾ ഏറ്റെടുത്തത് തന്നെ അബ്ദുൽ മുത്തലിബ് പറഞ്ഞതാണ്. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അബ്ദുൽ മുത്തലിബിന്റെ വീട് എന്ന് പറഞ്ഞാൽ ഒരുപാട് മക്കളുണ്ട്, എന്നാൽ ജീവിതത്തിന് വരുമാനമില്ല. അപ്പൊ അബ്ദുൽ മുത്തലിബിനോട് ഖദീജ ബീവിയുടെ ഭാഗത്ത് നിന്ന് ഒരു അറിയിപ്പ് കൊടുത്തു, നിങ്ങളെ വീട്ടിലെ മോനുണ്ടല്ലോ മുഹമ്മദ്, എന്റെ കച്ചവടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണെങ്കിൽ നല്ലൊരു ശമ്പളം കൊടുക്കാം. അബൂ താലിബ് മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദേ, നല്ലൊരു ചാൻസ് വന്നിട്ടുണ്ട് ഖദീജയുടെ ഭാഗത്തുനിന്ന്, ഷാമിലേക്ക് കച്ചവട സംഘം പുറപ്പെടുകയാണ്, നീ അത് ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിന് നല്ലൊരു വരുമാനമാകും. നബിതങ്ങൾ ആ വാക്ക് സ്വീകരിച്ചു. കച്ചവടത്തിന്റെ തലവനായി മൈസറത്തിനെ ഖദീജ ബീവി കൂടെ പറഞ്ഞേക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, കച്ചവടത്തിന് പുതിയ മാനേജർ ഏറ്റെടുത്തതാണ്, ഒന്ന് ശ്രദ്ധിക്കണം എന്ന്. കച്ചവട സംഘം തിരിച്ചെത്തിയപ്പോൾ നല്ല ലാഭകരമായിരിക്കുന്ന റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ആയി. സത്യസന്ധത, നീതി, അതൊക്കെ മനസ്സിലാക്കി. അങ്ങനെയാണ് ഖദീജ ബീവിയും നബിതങ്ങളും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. പക്ഷേ ഖദീജയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച പല പണക്കാർക്കും സാധിക്കാത്തത് യതീമായി വളർന്ന നബിതങ്ങൾക്ക് സാധിച്ചപ്പോൾ ആളുകൾ ഖദീജ ബീവിയെ കുറവാക്കാൻ തുടങ്ങി. എന്ത് പണിയാ ഖദീജ നിങ്ങൾ എടുത്തത്? ഈ യതീമായി വളർന്ന ആളല്ലേ മുഹമ്മദ്, 5 കാശ് കയ്യിലില്ലാത്ത ആളല്ലേ, ഈ പാവപ്പെട്ട ആളെ ആണോ നിങ്ങളിപ്പോ കല്യാണം കഴിച്ചത്? ഖദീജ ബീബി റളിയല്ലാഹു അൻഹയെ ആളുകളൊക്കെ എന്ത് ചെയ്തു? ആ വിഭാഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ശ്രമം. ആളുകൾക്ക് അങ്ങനെയാണല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു കുസുകുസു ഉണ്ടാകുമല്ലോ നമുക്ക്. നമ്മളെ മനസ്സിനെ ഒസുവാസാക്കണ പണി ഉണ്ടല്ലോ. അല്ലദീ യുവസ്വിസു, ആ എഴുത്തുകൾ തന്നെയാണ് അതിന്റെ പണി. യുവസ്വിസു അല്ലേ, ആ എഴുത്തുകൾ തന്നെയാണ് അതിന്റെ പണി. ഇത് പലപ്പോഴും ഉണ്ടാകും. ഖദീജ ബീവിയെ ആളുകളൊക്കെ ഈ രൂപത്തിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ എന്റെ സഹോദരിമാരും സഹോദരങ്ങളും അറിയണം, അന്ന് നബിതങ്ങൾ സാമ്പത്തികമായി കുറഞ്ഞ ആളാ. അത് എന്റെ ഭർത്താവിനൊരു കുറവായി ആളുകൾ പറയാൻ തുടങ്ങിയപ്പോൾ ഖദീജത്ത് റളിയല്ലാഹു അൻഹാ ഇണജീവിതത്തിന്റെ ഏറ്റവും വലിയ സംഗതി നോക്കണം. ഖദീജ ബീവി ഒരു ദിവസം എന്ത് ചെയ്തു? മക്കയിലെ പ്രമുഖരൊക്കെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, എന്റെ പേരിലുള്ള സ്വത്ത്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ ആധാരം, ആ ആധാരം മുഴുവനും ഖദീജ ബീവിയുടെ പേരിൽ നിന്ന് മാറ്റിയിട്ട് അത് മുഴുവനും റസൂലുള്ളാഹിന്റെ പേരിലേക്കാണ് മാറ്റി, നബിതങ്ങളുടെ പേരിലേക്കാണ് മാറ്റി. യാ റബ്ബ് യാ റബ്ബ്, മക്കയിലെ ഏറ്റവും വലിയ പണക്കാരൻ എന്റെ ഭർത്താവാണ് എന്ന് ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ മാലോകരെ കൊണ്ട്. ഇണജീവിതം എന്ന് പറയുന്നത് അതാണ്. നമ്മളെ നാട്ടിലൊക്കെ പെണ്ണുങ്ങളെ കൂടിയെന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങലൊരു വയലിച്ചാണ് അല്ലേ? എന്തുകൊണ്ട്? എന്തെങ്കിലും ഒന്ന് വാങ്ങിയാൽ കാലാകാലം അതിങ്ങനെ തേട്ടി പറഞ്ഞുകൊണ്ട് ഇപ്പോഴല്ലേ വലിയ ആളായത്. അന്നിപ്പോ നമ്മളാണ് സഹായിച്ചിട്ടുണ്ടെങ്കിൽ എന്താവുകയും. ഇതിങ്ങനെ എന്താണ്? ഖദീജ ബീബി റളിയല്ലാഹു അൻഹ അതല്ല പഠിപ്പിക്കണത്. ഖദീജ ബീബി അതല്ല പഠിപ്പിക്കണം. എന്റെ ഭർത്താവ് അവർക്കൊരു ക്ഷീണം വരുന്നിടത്ത് ബഹുമാനപ്പെട്ട ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ, അത് മറ്റൊരിക്കൽ ഉമ്മു സലമ ബീബിയാണ് റസൂലുള്ള കല്യാണം കഴിച്ച മറ്റൊരു സഹോദരി. റസൂലുള്ള മദീനയിലേക്ക് എത്തിയപ്പോൾ മുത്തുനബിയുടെ വീട് ഏതാണ്? മദീന പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറക്കിക്കെട്ടിയിട്ട്, മദീനത്തെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറക്കിക്കെട്ടിയിട്ട് അതിലാണ് ഭാര്യമാരുടെ ഒക്കെ വീട് ഇങ്ങനെ പാർട്ടിഷൻ തിരിച്ചിട്ട്. ഒരിക്കൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോ ഉമ്മു സലമ ബീബി താമസിക്കണ ഭാഗത്ത് കുറച്ച് ഉഷാറാക്കി, കുറച്ച് ഓലൊക്കെ തടുക്കൊക്കെ വെച്ചൊന്ന് റെഡിയാക്കിയിട്ട് ഒന്ന് കണ്ടീഷനാക്കി. അപ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട് ഉമ്മു സലമയോട്, ഉമ്മു സലമ എന്താണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്? നബിയെ, ഞാനൊരു പെണ്ണല്ലേ ഇതിന്റെ അകത്ത് താമസിക്കണത്, എനിക്കൊരു സംശയം, പുറത്തു കൂടെ പോകുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതിന്റെ അകത്തേക്ക് കാണുമോ? ഈത്തപ്പനയുടെ ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയിരിക്കുന്ന അതല്ലേ മറ, അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് കാണും. അപ്പൊ ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസ കൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് നന്നാക്കിയതാണ് നബിയേ. ചിലപ്പോ ഭർത്താവിന്റെ അടുത്താണ് പൈസ ഉണ്ടാകുക, ചിലപ്പോ ഭാര്യന്റെ അടുത്താണ്. ഒരാളെ മാനം കാക്കേണ്ടത് മറ്റേയാളാണ്, മറ്റേയാളെ മാനം കാക്കേണ്ടത് ഇവരാണ് അല്ലേ? കുടുംബ ജീവിതം മനസ്സുമാണ്.
ആ മനസ്സും പൊരുത്തപ്പെട്ട് മാനം കാക്കുന്നതിന് മുമ്പിൽ പണം അല്ല പ്രശ്നം. ആരത്താണ് ചിലപ്പോ സൗകര്യമുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണ്ടി വരും. കണ്ടോ ചൂടുണ്ടോ? അപ്പോ ഇരിക്കട്ടെ, ചായയൊക്കെ എല്ലാവർക്കും കിട്ടും. അത് നിങ്ങൾ ബേജാറാണ്, എല്ലാവരുടെ കയ്യിലും വരും. അതിങ്ങനെ വാങ്ങുക കുടിച്ചാൽ ബാക്കിയുള്ളത് ശ്രദ്ധ ഇങ്ങോട്ട് തന്നെ വേണം. അപ്പോഴേ പോണ്ട് കാര്യമുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലേ എന്നാ ഓരോ അടുത്ത ബറാഅത്തിന് നന്നാക്കി ഓതുക. അല്ലാതെ എപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ കണക്കാക്കേണ്ടി അടുത്ത് കണക്കാക്കിയില്ലേ. നമ്മളീ പള്ളിക്കത്തെ മോലിയന്മാരൊക്കെ എന്താക്കുമെന്ന് വെച്ചാൽ ഒരു 3 യാസീനും കൂടി അധികവും സാധാരണത്തിൽ അപ്പറേ. എന്തുകൊണ്ട്? ഞമ്മക്കുള്ള റിസ്ക് അള്ള കണക്കാക്കി തന്ന്, പിന്നെ അത് ഗവൺമെന്റ് കണക്കാക്കി, റേഷൻ പൊടിയിൽ നിന്ന് ഓലൊന്ന് കണക്കാക്കി, മഹല്ലത്തിൽ വന്നപ്പോ കമ്മിറ്റിക്കാരൊന്ന് കണക്കാക്കി, പിന്നെ ചെലവുടിക്കാരും ഒന്ന് കണക്കാക്കി. ഈ കണക്കിനൊക്കെ യാസീൻ ഏറണല്ലോ. അപ്പൊ മോലിയന്മാരെപ്പോഴും ശ്രദ്ധിക്കണം, കുറച്ച് യാസീൻ ഏറെ ഓതിക്കൊള്ളുണ്ട്. അപ്പൊ അള്ളാഹു തആല ഖൈറ് തരട്ടെ. അപ്പോ ഇരിക്കട്ടെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചു. ആ ജീവിതത്തെ നമ്മൾ പഠിക്കണം. നബി തങ്ങൾക്കൊരു താങ്ങായിട്ട് ഖദീജ ബീബിക്ക് ഒരു തണലായിട്ട് റസൂലുള്ള. അങ്ങനെ താങ്ങും തണലും, അതാണ് ഇണയും തുണയും. ഇസ്ലാമിന്റെ ഭാഷയിൽ ഭാര്യ ഭർത്താവ് എന്നല്ല, സൗജൈൻ, ഇണയും തുണയും. ആ ഇണ ജീവിതത്തിന്റെ പൊരുത്തത്തിന് എത്രമാത്രം നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നുവോ അതനുസരിച്ചാണ് ജീവിതത്തിന്റെ വിജയം. ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ? ഓരോ വർഷവും വിവാഹം നടക്കേണ്ട ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ക്ലാസ് കൊടുക്കണം. ആരാണ് ഭാര്യ, ആരാണ് ഭർത്താവ്, എങ്ങനെയാണ് കുടുംബജീവിതം, ഇത് നമ്മൾ നൽകുന്നില്ല. പല കാര്യത്തെപ്പറ്റി ഹജ്ജിന് പോണ ആൾക്കാർ ഹജ്ജ് പഠിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കേണ്ട ആൾ അത് പഠിക്കുന്നുണ്ട്, നിസ്കരിക്കേണ്ട ആൾ അത് പഠിക്കുന്നുണ്ട്. വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ വല്ല പഠനമുണ്ടോ? ഒരു പഠനവുമില്ല. അതുകൊണ്ട് തന്നെ പല വിവാഹങ്ങൾക്കും അതിന്റെ ശരിയായ മൂല്യം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് അബദ്ധങ്ങളും കുഴപ്പങ്ങളും കലഹങ്ങളും. യാ റബ്ബ് യാ റബ്ബ്, ഇവിടെയാണ് നമ്മൾ ഉത്തരവാദിത്തം നിർവഹിക്കണം, നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോള് ഫാത്തിമത്തു സഹ്റ, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് 15 വയസ്സും 5 മാസവും പ്രായമായി. 15 വയസ്സും 5 മാസവും പ്രായമായി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജുവിനെ കല്യാണത്തിന് വേണ്ടി തീരുമാനിച്ചു. അലി റളിയല്ലാഹു അൻഹുവിനെ പുതിയാപ്പിളയാക്കി എടുക്കാനും തീരുമാനിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെയ്തത് എന്താണ്? ഫാത്തിമ ബിവിയോട് ചോദിക്കുന്നുണ്ട്, ഫാത്തിമോ. റസൂലുള്ള അങ്ങനെയാണ് വിളിക്കുക, ഒരു സന്തോഷത്തിൽ. ആയിഷോ എന്നാ റസൂലുള്ള വിളിക്കുക. ആ വിളി കേട്ടാൽ തന്നെ ഒരു വല്ലാത്ത സന്തോഷം. ആയിഷോ, ഖദീജോ, അങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ വിളി. എന്തൊരു സന്തോഷമുള്ള വിളിയാണത്. നിങ്ങളെ ഈ കടപ്പള്ളൊക്കെ ഓരോരുത്തരാണ് വിളിച്ചത് ആയിഷ എന്ന് പറഞ്ഞാൽ കുന്നു ഒരുങ്ങണ സൈസ അല്ലേ? നബിതങ്ങൾ അങ്ങനെയല്ലല്ലോ. റസൂലുള്ളാഹിനെ ആയിഷൂ എന്നാ വിളിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 15 വയസ്സും 5 മാസവും മോൾക്ക് പ്രായമായപ്പോ റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമോനെ വിളിച്ചിട്ട്, ഫാത്തിമോ നിനക്കൊരു കല്യാണം ഉണ്ടാക്കാണ്. ഫാത്തിമ ഒന്നും പറഞ്ഞില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞാൻ ഉദ്ദേശിക്കുന്ന പുതുമണവാളൻ അലിയാരാണ്, അലിയെ കൊണ്ട് നിന്നെ വിവാഹം ചെയ്യിക്കട്ടെ എന്ന് ചോദിച്ചു. വാപ്പാക്ക് കല്യാണം നടത്താൻ അധികാരമുണ്ടെങ്കിലും കുട്ടികളൊക്കെ വളർന്നു വലുതാകുമ്പോൾ ചില വിഷയങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? മാതാപിതാക്കൾ മക്കളോടും ഒരു മുഷാവറയും ഒരു ആലോചന, അത് എപ്പോഴും നല്ലതാണ്. അതാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അവിടെ പഠിപ്പിക്കുന്നത്. ഖദീജുവിനോട് ഫാത്തിമയോടൊന്ന് ചോദിച്ചു, അലിയാരെ കൊണ്ട് കല്യാണം ഉണ്ടാക്കട്ടെ. ഫാത്തിമ ബീവി വലിയ ലജ്ജയുള്ള പെണ്ണല്ലേ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സമ്പത്തും ആഭരണവും ഏതാണ്? പെണ്ണിന് ലജ്ജ ഉണ്ടാകുക, ഒരു ഹയാ. ഇപ്പൊ നമ്മളെ കുട്ടികളോടൊക്കെ വിവാഹം ചെയ്യട്ടെ എന്ന് ചോദിച്ചാല്, നാളെ നമ്മളെ കുഞ്ഞായ്മയാക്ക വെള്ളിയാഴ്ച രാവിലെ മകനോട് ചോദിച്ചു, എടാ എന്നെ കൊണ്ടൊരു കല്യാണം ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ചു. മണ്ടിപ്പാഞ്ഞ് ബേജാറാകണ്ട, ജുമയൊക്കെയാണ് കഴിഞ്ഞോട്ടെ. അല്ലാഹു റബ്ബി. അപ്പോ
ഇപ്പത്തെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ ഫാത്തിമ ബീബി ഉള്ളിലൊന്നിങ്ങനെ ചിരിച്ചിട്ടൊന്നും മിണ്ടിയില്ല. ഒരു പെണ്ണിന് കല്യാണം ഉണ്ടാക്കുമ്പോ ഇഷ്ടമല്ലെങ്കിൽ ഓള് വേഗം പറയും എനിക്കിപ്പോ കല്യാണം വേണ്ട. എനിക്കിപ്പോ കല്യാണം വേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാലാകാലം വേണ്ടെന്നല്ല, ആ ഭർത്താവിന് എനിക്ക് പറ്റിയിട്ടില്ല എന്നാണ്. ഓക്കൊരു പഠിച്ചാൻ തിരക്കും ബാക്കിയൊക്കെ അപ്പനുണ്ടാകുകയാണ്. അപ്പൊ ഒരു കക്ഷി പെൺകുട്ടികൾ അത് പ്രതികരിക്കും അവർക്ക് പറ്റിയിട്ടില്ലെങ്കിൽ. അല്ലെങ്കിൽ മിണ്ടാതിരുന്നാൽ അതാണ് മൗനം സമ്മതം. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ ആ മൗനം സമ്മതമായി എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ഫാത്തിമോനെ വിവാഹം ചെയ്യിപ്പിക്കാണ്. അല്ലാഹു റബ്ബി, ആ വിവാഹം അങ്ങോട്ട് നടക്കുമ്പോൾ എന്റെ സഹോദരിമാരൊക്കെ ഓർക്കണം, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ വിവാഹിതയായി, നിക്കാഹ് കഴിഞ്ഞു. അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അലിയാരെത്തിയിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു എത്തിയപ്പോൾ യാ അല്ലാഹ്, ഞാൻ ഇജ്ജ് ജനിക്കണതിന്റെ മുമ്പ് തുടങ്ങിയതാ, എനിക്കൊരു കുഴപ്പമില്ല, കേൾക്കണില്ലേ? ആർക്കാ കേൾക്കാത്ത? ഇതിങ്ങനെ ഈ പറച്ചിലുണ്ടല്ലോ, എനിക്ക് നാളെയും പറയണം. അപ്പൊ അതുകൊണ്ട് കേൾക്കണില്ല എനിക്കൊന്നും ഇല്ലേ? ഇനി എന്താ വേണ്ടി? ഞാനൊരു സ്ഥലത്ത് ചെന്നാൽ ഉള്ള മൈക്കയിലാണ് തുടങ്ങലാണ്. ഇത് എത്ര വോൾട്ടേജിൻ്റെതാണ്, അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച്, അതിനൊന്നും നിൽക്കില്ല. കേൾക്കണില്ലേ? പിന്നെ എന്താ വേണ്ടി? അല്ലാഹു തആല ഖൈറ് തരട്ടെ. ഒന്നും മുണ്ടാതെന്നാ എല്ലാവർക്കും കേൾക്കാം, മനസ്സിലായോ? ഇവിടെ ഇതിനിടക്ക് ഇപ്പൊ ഉണ്ടായി, ഇവിടെ ഇതിനിടക്ക് കുറച്ച് പിന്നെ ബാഗുകാർ അറിഞ്ഞില്ല അല്ലേ? അല്ലാഹു റബ്ബി, 25,000 വോൾട്ടിലെ മൈക്കും അങ്ങനെയൊക്കെ പാടായിട്ട് ഒരു പടങ്ങട്ട് പാട്ട് പാടിയിട്ട് ആകെ കൂടെ ഉഷാറാക്കി അൽഹംദുലില്ലാ അവിടുന്ന് പോയി കിട്ടിക്കണതാണ് ശബ്ദമലിനീകരണം. ഇതൊക്കെ ഗൗരവത്തിലാക്കേണ്ട കാര്യം. ഒരു പാകത്തെ സൗണ്ടിന് വിഷയമൊക്കെ കേൾക്കുക ഇല്ലേ? അല്ലാഹു നമുക്ക് ഖൈറ് തരട്ടെ. അപ്പൊ ആ സഹോദരിമാരെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു ശ്രദ്ധിച്ചു കേട്ടോളി. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയും ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു അലിയാരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അലി റളിയല്ലാഹു അൻഹു പുതിയാപ്പിളയായി വന്നപ്പം ഒരു കാര്യം നമ്മൾ പഠിക്കണം. വീട്ടിൽ നിന്ന് പുതുമണവാട്ടി ഇറങ്ങുമ്പോൾ ഉമ്മ എന്ന് വിളിക്കാൻ ഖദീജ ബീബി ജീവിച്ചിരിപ്പില്ല, ഉമ്മമ്മ എന്ന് വിളിക്കാൻ വല്യമ്മ ജീവിച്ചിരിപ്പില്ല, ഇക്കാക്ക എന്ന് വിളിക്കാൻ ഫാത്തിമ ബീബിക്ക് ഒരു ആങ്ങള ജീവിച്ചിരിപ്പില്ല. ഓർത്തു നോക്ക് നിങ്ങൾ, നബിതങ്ങൾക്ക് ആകെ ഉള്ളത് 7 മക്കളാണ്. 3 ആൺമക്കൾ ചെറുപ്പത്തിലേ മരണപ്പെട്ടു. പിന്നെ ഉള്ളത് 4 പെൺമക്കളാണ്. 4 പെൺമക്കളിൽ അവരൊക്കെ ഓർത്തു നോക്കി നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്തിന് മുമ്പ് അവരൊക്കെ വഫാത്തായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ അലി റളിയല്ലാഹു അൻഹു കല്യാണം കഴിക്കുമ്പോൾ കുടുംബത്തിലെ ഒരു ആങ്ങള കൂടെ പോകാനില്ലല്ലോ, ഉമ്മ എന്ന് വിളിക്കാൻ ഉമ്മയില്ലല്ലോ. റസൂലുള്ളാഹി തങ്ങൾ എന്ത് ചെയ്തു? അലിയാരെ വിളിച്ചിട്ട് ചെവിയിൽ പറഞ്ഞു, അലിയെ, ഫാത്തിമ നിന്റെ കൂടെ വന്നോട്ടെ, പക്ഷെ നീ ഇപ്പൊ ഫാത്തിമോനോട് ഒന്നും ചോദിക്കണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. കല്യാണത്തിന്റെ സൽക്കാരത്തിന്റെ വിഷയങ്ങളൊക്കെ ഒതുക്കിയിട്ട് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമോനെ കൂട്ടി പോയിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ആ വീട്ടിലെത്തി. നബി തങ്ങൾ നടുവിലിരുന്നു, ഫാത്തിമ അപ്പുറത്തും അലിയാർ ഇപ്പുറത്തും. റസൂലുള്ള 2 മക്കളെയും അപ്പുറവും ഇപ്പുറവും ഇരുത്തിക്കൊണ്ട് അവരെ ഉപദേശിച്ചു, അവരെ ഉണർത്തി. അവരെ 2 പേരെയും മനസ്സും തമ്മിൽ കോർത്തിണക്കി. അവര് 2 പേരെയും ഹൃദയവും തമ്മിൽ ബന്ധിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹു എപ്പോ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴും ഫാത്തിമ ഒപ്പം വന്നിട്ട് സിറ്റ് ഔട്ടിൽ കാത്തു നിൽക്കും. അലിയാര് സലാം പറഞ്ഞ് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അലി റളിയല്ലാഹു അൻഹു വീട്ടിന്റെ ഗേറ്റിന്റെ അടുത്തെത്തുന്ന ചെരുപ്പിന്റെ ശബ്ദം, കാലടിയുടെ അടയാളം ഇങ്ങനെ കേട്ടാൽ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹു ഓടി വരും. എന്താ കാരണം? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഭർത്താവിന്റെ സന്തോഷം കരസ്ഥമാക്കാൻ, എപ്പോഴും ഇണജീവിതത്തിലെ സന്തോഷം നിലനിൽക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറപ്പിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു പുറത്തുനിന്ന് വരുമ്പോഴേക്ക് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹു സിറ്റ് ഔട്ടിൽ കാത്തു നിൽക്കും. അലിയാർ ഇങ്ങോട്ട് കയറുമ്പോൾ അസ്സലാമു അലൈക്കി യാ ഫാത്തിമ,
ഫാത്തിമയോട് സലാം ചൊല്ലി കയറുമ്പോൾ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹു കൈ പിടിച്ചിട്ട് ആ കൈ ഒന്ന് ചുംബിച്ചിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിച്ചു കൊണ്ടുവരുന്നു. ഇത് ഒരു ദിവസമല്ല, എല്ലാ ദിവസത്തെയും പതിവാണ്. ഒരു ട്രെയിനിങ് കിട്ടിയിട്ട് ഒരു ദിവസത്തേക്ക് മാത്രമല്ല. കുടുംബ ജീവിതത്തിന്റെ ചില സന്തോഷങ്ങൾ, ഇണജീവിതത്തിലെ ചില പൊരുത്തങ്ങൾ, അത് മാതാപിതാക്കൾ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാണ് വേണ്ടത്. ആ ഇണജീവിതം മനസ്സും തമ്മിൽ പൊരുത്തപ്പെട്ടതാവണം. അപ്പൊ ഒരു സഹോദരിക്ക് എപ്പോഴും ഏത് കഴിവ് വേണം? ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് അയാളെ മനസ്സ് വായിക്കാൻ സാധിക്കുക. ഭർത്താവിന് ഏത് കഴിവ് വേണം? ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് അവളെ മനസ്സ് വായിക്കാൻ സാധിക്കുക. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്, അല്ലേ? നമ്മളെക്കാളുമ്പോ ഭർത്താക്കന്മാര് അല്ലേ? അല്ലാഹു റബ്ബി. ഭർത്താവ് നമ്മളവിടെ ഭർത്താവും മൂപ്പർക്ക് എന്താ ജോലി? മൂപ്പർക്ക് കമ്പി സിമെന്റിന്റെ കച്ചവടമാണ്. കമ്പിയും സിമെന്റും കച്ചവടമായിട്ടാണ് മൂപ്പരുള്ളത്. പടച്ചോനെ, കച്ചവടം തീരെ നടന്നിട്ടില്ല. ഒരു ദിവസം പീടിയൊക്കെ തുറന്ന്, രാവിലെ പീടി തുറന്ന് വെച്ചിട്ട് ഒരു സാക്ക് സിമെന്റ് ചെലവഴിക്കണോ? ഇല്ല. കമ്പി ചെലവഴിക്കണോ? ഇല്ല. കാത്ത് നിന്ന് എന്തില്ല, കച്ചവടമില്ല. പീടിയൊക്കെ അടച്ച് പോരാനുള്ള സമയം തുടങ്ങാൻ. വൈകുന്നേരം പീടിയ പൂട്ടാനായപ്പോഴാണ് ഒരു കാറിൽ ഒരു 4 ആളുണ്ട് വന്ന് പീടിയേന്റെ അടുത്ത്. അല്ലാഹ്, അപ്പൊ കച്ചവടക്കാരനൊരു വലിയ റാഹത്തായി. അൽഹംദുലില്ലാ, ഒരു കച്ചവടം കിട്ടുന്നുണ്ടല്ലോ. ഒരു 4 ആളും കൂടി ഇങ്ങനെയാണ് വന്ന് ഇരുന്ന്. അപ്പൊ കച്ചവടക്കാരൻ ഒരു ചായക്ക് പറഞ്ഞു. ചായ ഇങ്ങനെ കൊണ്ടുവന്ന് കുടിച്ചുമ്പോ പീടിയക്കാരൻ കണ്ട സന്തോഷത്തിൽ ഒരു കച്ചവടം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്, അല്ല എന്തേ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പം നോക്കുമ്പോ ഈ യത്തീങ്ങാന്റെ പിരിവ. അല്ല മട്ടായി. വൈകുന്നേരം വരെ കാത്തിട്ട് അവസാനം വന്ന ഒരു വണ്ടിയിൽ വന്ന ആൾക്കാരെ. അങ്ങനെയാണ് മൂപ്പര് പീടി അടച്ചു വരുന്നത്. ആ പീടി അടച്ചു വരുന്ന ഭർത്താവിന്റെ മുഖത്ത് തെളിവില്ലാത്തപ്പോ ഇവിടുന്നാണ് പോകുമ്പോ ചിരിച്ച് കളിച്ച് പോയതാ. ഇപ്പം വരുന്ന കോലം കണ്ണങ്ങൾ എന്ന് വിചാരിക്കലല്ല ഭാര്യ വേണ്ടത്. പിന്നെയോ, കച്ചവടം ഇന്ന് കിട്ടിയിട്ടില്ല എന്ന് മുഖം കണ്ടാൽ മനസ്സിലാകണം. നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോ പെണ്ണുങ്ങൾ നല്ല മട്ടത്തിലാണ്, തിരിച്ചു വരുമ്പോ അത്ര സുഖത്തിലല്ല. അപ്പൊ ഞമ്മക്ക് മനസ്സിലാക്കണം, ഒരു പക്ഷെ കുട്ടികൾ വേണ്ടാത്ത കളി കളിച്ചുകൊണ്ട് കുരുമാലുണ്ടായിക്കണം. അതല്ലെങ്കിൽ ഭർത്താവ് ഏറ്റവും നല്ല സന്തോഷത്തോടു കൂടെ വാങ്ങിക്കൊടുത്ത ഗ്ലാസും പ്ലേറ്റും പൊട്ടിക്കണേ. മുഖത്ത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ കഴിയണം. ഗൾഫിൽ നിന്ന് വരുന്ന ഭർത്താവിന്റെ ലഗേജുമൊക്കെ നോക്കിക്കാണ്ട് അല്ല ചിരിച്ചുണ്ട്. അങ്ങനെ ഉണ്ടല്ല, ലഗേജ് വലിയ ലഗേജ് വെച്ചുമ്പോ വന്ന് നോക്കുമ്പോളേ മെല്ലെ അതിന്റെ ചെയിനൊന്ന് വലിച്ചു നോക്കുമ്പോ അറബിക് വിസ ക്യാൻസലാക്കിയിട്ട് വരിക, പുറപ്പും തലക്കണിയൊക്കെ ആയിട്ടായി വരുന്നത്. അപ്പൊ ലഗേജ് നോക്കിയിട്ടല്ല ചിരിച്ചേണ്ടത്, മനസ്സും ആണ്. മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കൾ, അയൽവക്കക്കാർ, ഹൃദയത്തിന്റെ ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തെ മാനിക്കാൻ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഒരു ഉമ്മ വന്നു. ആ ഉമ്മയുടെ കയ്യും പിടിച്ചുകൊണ്ട് വിവാഹപ്രായമെത്തിയിരിക്കുന്ന ഒരു മോളുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് ആ ഉമ്മ പറഞ്ഞു, ആയിഷ ബീബിയോട്, ഉമ്മ, റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ നമ്മളൊക്കെ ഉമ്മ എന്നാണ് വിളിക്കേണ്ടത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പ്രായം കൊണ്ട് ചെറുതാണെങ്കിലും എല്ലാവരും ഉമ്മ എന്നാണ് വിളിക്കുക. എന്തുകൊണ്ട്? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. മുത്ത് നബിയുടെ ഭാര്യമാർ നമുക്കൊക്കെ ഉമ്മമാരാണ്. അതുകൊണ്ട് ഉമ്മ എന്നാണ് വിളിക്കുക എല്ലാവരും. ഒരു ഉമ്മ മോളെ കൂട്ടി ആയിഷ ബീബിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ആയിഷ ബീബിയോട്, ഉമ്മ, എന്റെ മോളെ കല്യാണം ആലോചിക്കുന്നുണ്ട്, ഓൾക്കൊരു വസിയത്ത് പറഞ്ഞു കൊടുക്കണം, ഓൾക്കൊരു ഉപദേശം കൊടുക്കണം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആ മോളോട് പറഞ്ഞു, മോളെ, നിന്റെ ഒരു ഭർത്താവിനെ കിട്ടിയാൽ ഭർത്താവിന്റെ കണ്ണും മൂക്കും നീ ശ്രദ്ധിക്കണം കേട്ടോന്ന്. അല്ലാഹു റബ്ബി, ഭർത്താവിന്റെ കണ്ണും മൂക്കും നീ ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് ആയിഷ ബീവിയുടെ ഉപദേശം. ആ സംഭവം കിതാബ് രേഖപ്പെടുത്തുന്നുണ്ട്. ആ വിഷയത്തിൽ മാത്രം ഒരു കിതാബുണ്ട്. എന്താ കണ്ണും മൂക്കും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്?
ഏത് സമയത്ത് ഭർത്താവ് നിന്റെ മുഖത്ത് നോക്കിയാലും അവനെ സന്തോഷിപ്പിക്കുന്ന തരത്തിലായിരിക്കണം നിന്റെ സ്വഭാവം, നിന്റെ പെരുമാറ്റം, നിന്റെ വസ്ത്രധാരണ. എപ്പോഴും നോട്ടം ആണല്ലോ ആദ്യത്തെ സന്തോഷം, അല്ലേ? ആദ്യത്തെ സന്തോഷം ഏതാ? നോട്ടം ആണ്, അല്ലെ? എല്ലാത്തിലും ആദ്യം കണ്ണാണ്. നമ്മളൊരു ഭക്ഷണം കഴിക്കാനിരുന്നാൽ ആദ്യം വയറ് നിറയാ ഏതാ അവയവത്തിന്? ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ ഏതാ? ഒക്കെ കൈയാണ് നീട്ടി കാത്തിരിക്കുകയാണ്. കൈ കഴുകിയിട്ട് ഇങ്ങനെ വരുമ്പം ഡൈനിങ് ടേബിളൊക്കെ ഇങ്ങനെ നോക്കുമ്പോ തന്നെ ഇങ്ങനെ കണ്ണിനാണ് വയറ് നിറയണം. ആണോ അല്ലേ? ഒരു തുണിഷാപ്പ് കയറിയിട്ട് സാധനം എടുക്കാൻ പോകുമ്പോൾ കണ്ണിന് നിറയണം, അപ്പോഴാണ് വാങ്ങാൻ പൂതിയാകുക. അതിനാണ് ആദ്യം പെണ്ണ് കാണാൻ പോകാൻ പറഞ്ഞത്. നിങ്ങൾ എവിടെ നോക്കിയാണ്ടേ പോകുന്നത്? വെള്ളം കൊണ്ട് പെൺകുട്ടി ഇങ്ങോട്ട് വരുമ്പം നോക്കണം, പോകുമ്പോഴല്ല നോക്കല്. പിന്നെ ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്നിട്ട് കാര്യമില്ല. അല്ലാഹു റബ്ബി, കാണാൻ പോയാൽ എന്ത് ചെയ്യണം? കാണാൻ പോയി കണ്ട് 5-8 ആളെയും കൂട്ടിയിട്ടല്ല കാണാൻ പോകേണ്ടത്. ആളെ കൂട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഓരൊക്കെ അവിടെ സിറ്റ് ഔട്ടിൽ ഇരുത്തുക. കെട്ടാൻ ഉദ്ദേശിക്കുന്നവൻ കണ്ടാൽ മതി, അല്ലേ? കാണുമ്പോ ചോദിക്കണം ഓളോട്, മോളെ പേരെന്താണ്? പേര് ആയിഷ. എത്ര വരെ പഠിച്ചു? ഡിഗ്രി. SSLCക്കൊക്കെ എങ്ങനെ? 4A+. അപ്പൊ കുട്ടിക്ക് ഏതുണ്ട്? ബുദ്ധിയുണ്ട്, തൻ്റെ ഇടമുണ്ട്, സംസാരമുണ്ട്, ഒക്കെ മനസ്സിലായില്ലേ? ഓക്ക് തിരിച്ചു ഇങ്ങോട്ടും ചോദിക്കാം, നിങ്ങളെ പേരെന്താ? നിങ്ങൾ മദ്രസ പോയിനോ? സ്കൂൾ എത്ര വരെ പോയിക്കണ്? ഇങ്ങോട്ടും ചോദിക്കാം, മനസ്സിലായില്ലേ? ആ പോക്ക് രണ്ടാക്കും മനസ്സും. ഇപ്പൊ നമ്മളെ കാരണന്മാരൊക്കെ പറയും ഇപ്പത്തെ കുട്ടികൾക്ക് ചോദ്യോത്തരമൊക്കെ കുറച്ച് ഏറെയാണ്. പണ്ട് നിങ്ങൾ ചോദിച്ചാത്തിന് ഞങ്ങൾ എന്താ ചെയ്യണം? നിങ്ങൾ പണ്ട് അങ്ങേയറ്റം കുറവായിട്ട് നിന്ന് ഏതിനെ നിന്നില്ല. ഞാനും എൻ്റെ പെണ്ണുങ്ങളും കൂടി ആദ്യം വിരുന്ന് പോകുമ്പം ഓരോ വളവെന്ന് ഇങ്ങനെ കഴിഞ്ഞിട്ടേ കാണലുള്ളൂ. നമ്മൾ രണ്ടാൾ ഒപ്പം നടക്കണതൊക്കെ അന്ന് വലിയ കുറവാണ്. പിന്നെന്താണ്, നമ്മളാണ് പോയി ഒരു വളവ് കഴിഞ്ഞിട്ടേ പിന്നെ ഓളെ കാണുള്ളൂ. ഓളെ നായി അടിച്ചാലും കൂടി നമ്മളറിയില്ല. അത് വിചാരിച്ചിട്ട് ഇപ്പൊ കാലാകാലം അങ്ങനെ തന്നെ കൊള്ളുന്നുണ്ട്. ഇപ്പത്തെ കുട്ടികളെ വേറെ തെറ്റായ രീതി, അത് വേറെ കാര്യം. ഹലാലായ രൂപത്തിലുള്ളത് പറയണ്ടേ നമ്മള്, അല്ലേ? സന്തോഷത്തിന്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ആദ്യം കണ്ണിന് ഇഷ്ടപ്പെടണം. നമ്മൾ ഷർട്ട് തെരഞ്ഞെടുത്തത് കണ്ണിന് ഇഷ്ടപ്പെട്ടിട്ടാ. നമ്മൾ ഷൂ തെരഞ്ഞെടുത്തത് കണ്ണിന് ഇഷ്ടപ്പെട്ടിട്ടാ. നമ്മൾ കാറ് വാങ്ങിയത് കണ്ണിന് ഇഷ്ടപ്പെട്ടിട്ടാ. നമ്മൾ പെണ്ണ് അന്വേഷിച്ചത് കണ്ണിന് ഇഷ്ടപ്പെട്ടിട്ടാ, അല്ലേ? ഭക്ഷണത്തിന്റെ കാര്യം എടുത്തു വെക്കുമ്പോ പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഡൈനിങ് ടേബിളിൽ സാധനം ഇങ്ങനെ വെച്ചാൽ ആദ്യം ഫ്രൂട്ട്സ് വെക്കണം. ബത്തക്കൊക്കെ ഇങ്ങനെ പുതിയ മോഡലിൽ വെട്ടിയിട്ട്, ഓറഞ്ചൊക്കെ എന്താ വെച്ചാൽ ചുള ഇരിഞ്ഞിട്ട് ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ പ്ലേറ്റിന്റെ ചുറ്റുഭാഗത്ത് വെച്ചിട്ട്, നമ്മളാ മറ്റേ ആ കുരുകുരു ചുവന്ന കുരുള്ള ആ പയന്താ, റുമ്മാന് കണ്ണുകള് ഒക്കെ എല്ലാരും കമ്പത്തിൽ തന്നെയാണ്. അള്ളാഹു റാഹത്ത് തരട്ടെ. അപ്പൊ ആ റുമ്മാന്റെ കുരുവൊക്കെയാണ് പൊളിച്ചിട്ട് അത് നടുവിൽ വെച്ചിട്ട്, അപ്പൊ കൈ അകാൻ വേണ്ടി പോകുമ്പോ ഡൈനിങ് ടേബിളൊക്കെ നോക്കുമ്പോ തന്നെ നല്ല ഫ്രൂട്ടൊക്കെ ഇങ്ങനെ കണ്ടാല് അതാ കണ്ണിന് വയറ് നിറയണം. അപ്പോഴാണ് കഴിക്കാൻ ആഗ്രഹം ഉണ്ടാകുക. എപ്പോഴും ഭക്ഷണത്തിന്റെ ഡൈനിങ് ടേബിളിൽ ആദ്യം ഏത് വെക്കണം? ഫ്രൂട്ട്സ് വെക്കണം. എപ്പോഴും ആദ്യം കഴിക്കേണ്ടത് ഫ്രൂട്ടാണ്. അറബി ഭക്ഷണം കഴിച്ച് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? അറബികളെ കൂടെ ഭക്ഷണത്തിനഴിഞ്ഞ ആദ്യം ഏതെടുത്ത് കഴിക്കും? ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കും. നമ്മളെ നാട്ടിലെ ഫ്രൂട്ട് എവിടെയാ വെച്ചിക്കണെന്ന് തന്നെ കാണും. ഭക്ഷണമൊക്കെ കഴിച്ച് പോരുമ്പോ കാണാം ഒരു ചങ്ങായി അവിടെ അങ്ങനെ കുറെ ഇല്ലിക്കോലും ഈർക്കിളിയൊക്കെ കഴിച്ച് അവിടെ അങ്ങനെ കാത്തിക്കണം. ആർക്കാ വേണ്ടിയത്? ഇപ്പൊ അത് ഫ്രൂട്ട് ഭക്ഷണത്തിന്റെ ആദ്യം കഴിക്കണം. എന്തേ? നമ്മുടെ ആമാശയത്തിലേക്ക് ഏറ്റവും ആദ്യം എത്തേണ്ട ഭക്ഷണം ഏതാണ്? ദഹനേന്ദ്രിയങ്ങളെ എളുപ്പത്തിൽ പ്രവർത്തിപ്പിക്കുന്ന കാര്യങ്ങൾ, അതാണ് ഫ്രൂട്ട്സ്. അപ്പൊ അടിയിൽ ഏതെത്തണം? ആദ്യം ഫ്രൂട്ട്സ് കഴിക്കണം. ഫ്രൂട്ട്സ് കഴിച്ചിട്ട് മുകളിൽ വേണം ഏത് കഴിക്കാൻ? ഭക്ഷണം കഴിക്കാൻ. അപ്പൊ വേഗം ദഹനം നടക്കും. ഇത് നമ്മൾ ദഹിപ്പിക്കേണ്ട ഫ്രൂട്ട്സ്. മറ്റൊരു വയറ് നിറച്ച് കഴിച്ചിട്ട് പിന്നെയാണ് ഫ്രൂട്ട്സ് കഴിക്കണത്, ഇല്ലേ? അപ്പൊ ദഹിപ്പിക്കേണ്ട സാധനമൊക്കെ എവിടെ കിടക്കാണ്? അത് മേലെ കിടക്കാണ്. അത് പൂട്ടിന് തേങ്ങുമ്പോഴേ പറ്റുള്ളൂ. ഭക്ഷണം കഴിക്കുന്നിടത്ത് ഏത് വേണം? ഫ്രൂട്ട് ആദ്യം കഴിക്കണം. അതാ ഫ്രൂട്ട്സുകളെ തന്നെ എങ്ങനെ ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴം കഴിക്കുമ്പോ ഒരു പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ ഇതിന്റെ കൂടെ ബത്തക്ക കഴിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില പഴങ്ങൾ കഴിക്കും. അല്ലാഹു റബ്ബി ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തേ ഒരു തവളയുണ്ട്?
കുറച്ചാണ്ട് അപ്പുറപ്പുറം നീങ്ങിയിരുന്നളി എന്നാ കഴിഞ്ഞാലേ പോയി. അതിനിപ്പോ ഒരു 5-8 ആളെ സേവനമൊന്നും വേണ്ടിയില്ല. ചെറിയൊരു സംഗതിക്ക് ഇപ്പൊ കുറെ ആള് ബേജാറാകേണ്ട സംഗതി ഒന്നുമില്ല. അല്ലാഹു തആല ഖൈറ് തരട്ടെ. അപ്പൊ നമ്മള് മുഖൗഖിസ് ചക്രവർത്തി നമ്മൾ പഠിക്കണം ഓരോ കാര്യങ്ങൾ. സഹോദരിമാരോടൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്താം. മുഖൗഖിസ് ചക്രവർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്ലാമിക ദഅവത്തിന്റെ കത്ത് സ്വീകരിച്ച് മദീനയിലേക്ക് സമ്മാനം കൊടുത്തയച്ച കൂട്ടത്തിൽ മുഖൗഖിസ് ചക്രവർത്തി ഒരു ഡോക്ടറെ പറഞ്ഞയച്ചു മദീനത്തേക്ക്. ആ ഡോക്ടർ മദീനത്ത് വന്നിട്ട് ഒരു കൊടിയും ബോർഡൊക്കെ, നമ്മളെ ഭാഷയിൽ പറയാ, ഒരു ബോർഡൊക്കെ വെച്ചിട്ട് മൂപ്പരോടെ അങ്ങനെ കാത്തിരുന്നു. ഒരാഴ്ച ആ ഡോക്ടർ മദീനത്ത് നിന്നിട്ട് ഒരു രോഗികളും ചെന്നില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോ മൂപ്പര് പരിസരത്ത് കൂടെ തന്നെ ഇറങ്ങി നോക്കി, ഇവിടെ ഏതെങ്കിലും ഡോക്ടർമാരുണ്ടോ? എവിടെയും ഡോക്ടർമാരില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞു, ആരും. അന്നത്തെ മദീനത്തെ ജനം എത്രയുണ്ട്? 2 ലക്ഷം ജനങ്ങൾ മദീനത്തുണ്ട്. ഒരൊറ്റ കുട്ടിയും ചികിത്സക്ക് ഡോക്ടറെ സമീപിച്ചില്ല. 3 മാസം ആ ഡോക്ടർ അവിടെ നിന്നു, ഒരാളും ചികിത്സക്ക് വന്നില്ല. അപ്പൊ ആ ഡോക്ടർ വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, നബിയെ, നിങ്ങൾ ഇവർക്ക് വല്ല ചികിത്സയും കൊടുക്കുന്നുണ്ടോ? ഇവരാരും ചികിത്സക്ക് വരുന്നില്ലല്ലോ. ആ സമയത്ത് മുഖൗഖിസ് ചക്രവർത്തി പറഞ്ഞയച്ചിരിക്കുന്ന ഡോക്ടറോട് നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞു, ഞാൻ എന്റെ ജനങ്ങൾക്ക് ചികിത്സ ഒന്നും കൊടുക്കുന്നില്ല, പിന്നെ ഞാൻ അവർക്ക് ഭക്ഷണം കഴിക്കേണ്ട മര്യാദ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ ഡോക്ടർ ചോദിച്ചു, നിങ്ങളെ ഭക്ഷണ രീതി എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ എന്റെ ഉമ്മത്തികൾക്ക് ഭക്ഷണം പഠിപ്പിക്കുന്നത് വിശന്നിട്ടേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, വിശപ്പില്ലെങ്കിൽ ഭക്ഷണം കഴിക്കരുത്. നമ്മളിപ്പോ അവിടെയാണോ നിൽക്കുന്നത്? നമ്മൾ നേരത്തിനാ ഭക്ഷണം കഴിക്കുന്നത്. അസർക്കൊരു നിക്കാഹുണ്ടേ, നല്ലോണം വെട്ടി വിഴുങ്ങിക്കണം. പക്ഷെ ഏസൊക്കെ വെച്ചാൽ വിശപ്പൊന്നും ഇല്ലെങ്കിൽ വേശായിൽ എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ പറ്റും. നിങ്ങളെ അഭിപ്രായം എന്താ? അപ്പൊ കഴിക്കാൻ. ഇവിടെ വിശപ്പില്ല, ഭക്ഷണത്തിന് ആവശ്യമല്ല, എന്നാലും കഴിക്കാൻ. 11 മണിക്ക് നന്നാക്കി നാസ്താക്കിക്കണം അല്ലേ? എന്നാലും വേണം 100 സ്കെച്ചാല് ആണോ അല്ലേ? അപ്പൊ നമ്മൾ വിശന്നിട്ടല്ല. റസൂലുള്ളാഹി തങ്ങൾ ആ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ ഇവർക്ക് ഭക്ഷണം കഴിക്കേണ്ട മര്യാദ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് നബിയെ? വിശന്നിട്ടേ ഭക്ഷണം കഴിക്കാവൂ എന്ന് ഞാൻ ഇവരെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ ഓർക്കണം, PSC പാസ്സായിട്ട് നിൽക്കാണ് എല്ലാവരും അല്ലേ? എന്തേ PSC? ഗവൺമെന്റിന് ജോലി കിട്ടിയല്ല. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ആർക്കല്ലാത്തത്? എല്ലാവർക്കും ഉണ്ട് അത്യാവശ്യത്തിന് അല്ലേ? എന്തേ ഇത്രയധികം? ഞാനിത് പ്രത്യേകം പറയുന്നത് സഹോദരിമാര് കൂടി ഓർക്കണം. ആകാശത്തിന് ചുവട്ടിൽ ലോകാരോഗ്യ സംഘടനയുടെ കണക്കിൽ മലപ്പുറം ജില്ല പോലെ ഡോക്ടർമാര് താമസിക്കുന്ന ഒരു ഏരിയ ലോകത്തെവിടെയുമില്ല. ഇത്രയധികം രോഗികൾ നമ്മുടെ നാട്ടിലെ പോലെ ലോകത്തെവിടെയുമില്ല. നമ്മളീ പെരിന്തൽമണ്ണക്കാണ് പോയാണ്ടല്ലോ, അവിടെ മാത്രം 2000 ഡോക്ടർമാരാണ്. ആകെ മലപ്പുറത്തിന്റെ ജനസംഖ്യ എത്രയാണ്? 40 ലക്ഷത്തിന് താഴെയാണ്. ഇത്ര കുറഞ്ഞ ജനസംഖ്യയുള്ള സ്ഥലത്ത് എത്രയാണ് ഹോസ്പിറ്റല്, എത്രയാണ് ഡോക്ടർമാര്? എന്തേ കാര്യം? നമ്മുടെ ഭക്ഷണ രീതിയുടെ പാകപ്പിഴവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ചികിത്സയ്ക്ക് വേണ്ടി വന്ന ഡോക്ടറോട് പറഞ്ഞു, ഞാൻ എന്റെ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത് വിശന്നിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. 1. രണ്ടാമത്തതോ, ഭക്ഷണം കഴിക്കുമ്പോൾ ആമാശയം ശരീരത്തിന്റെ ടാങ്കാണ്. അൽ മഅദത്തു ഹൗദുൽ ബദനി. ആമാശയം ശരീരത്തിന്റെ ടാങ്കാണ്. ടാങ്കിൽ എന്താണോ നിറച്ചു വെച്ചത് അതാണ് പൈപ്പിൽ കിട്ടുക അല്ലെ? ടാങ്കിൽ നല്ല വെള്ളമാണോ, വാഷ് ബേസിൽ നല്ല വെള്ളം കിട്ടും, ഒതു കൊടുക്കുന്നിടത്ത് നല്ല വെള്ളം കിട്ടും, ഒക്കെ കിട്ടും. ടാങ്കിൽ വെള്ളം കേടുവന്നാലോ എല്ലായിടത്തും കേടുന്ന വെള്ളം കിട്ടുക. നമ്മുടെ ശരീരത്തിന്റെ ടാങ്ക് ആമാശയമാണ്. ഇവിടെയാണ് ഭക്ഷണം നിറക്കുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഭക്ഷണം കഴിക്കുമ്പോൾ ആമാശയത്തെ 3ആയി ഓഹരി ചെയ്യുക. ഒരു ഭാഗത്ത് ഭക്ഷണം, ഒരു ഭാഗത്ത് വെള്ളം, ഒരു ഭാഗം ഫ്രീ. അങ്ങനെയാണ് ഞാൻ ഭക്ഷണ മര്യാദ പഠിപ്പിക്കുന്നത്. 1, വിശന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. 2, ഭക്ഷണം കഴിക്കുമ്പോൾ ആമാശയത്തെ 3ആയി ഓഹരി ചെയ്തിട്ട് ഒരു ഓഹരിയിൽ ഭക്ഷണം, ഒരു ഓഹരിയിൽ വെള്ളം, ഒരു ഓഹരി ഫ്രീ ആയിട്ട് നിൽക്കണം. അപ്പോഴാണ് ദഹനശേഷി വേഗത്തിൽ നടക്കുക. നമ്മളെ റോട്ടിലൊക്കെ ബ്ലോക്കാണ് അല്ലേ?
എന്താ റോഡ് ബ്ലോക്ക് ആകാൻ കാരണം? വാഹനം കൂടുതലും റോഡിന്റെ വീതി കുറവുമാണ്, അല്ലേ? അല്ലെങ്കിൽ തന്നെ നമ്മളെ റോഡ് മഴവെള്ളം പോയ മതിരി ഉണ്ടാക്കിക്കണത്, വളഞ്ഞും തിരിഞ്ഞും അങ്ങനെയാണ്. മഴവെള്ളം പോയടത്ത് കൂടെ റോഡ് ഉണ്ടാക്കിയതാ. ഇപ്പൊ ചില സ്ഥലത്തൊക്കെ നിർത്തി വരുന്നുണ്ട് ഹൈറന്നെ. അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങള് വാഹനം കൂടുതലും റോഡ് കുറവാണ് എന്ന പോലെ നമ്മൾ ഭക്ഷണം കൂടുതൽ കഴിച്ചു, ദഹനേന്ദ്രിയങ്ങൾക്ക് അനങ്ങാൻ പറ്റണില്ല. ബിരിയാണിന്റെ ഫുള്ളാക്കിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കാൻ, റോട്ടിൽ ഇങ്ങനെ ബ്ലോക്ക് കൂടിയപ്പം ഓരോ വണ്ടിക്കാർ തുടങ്ങി കിക്കിക്കി പിപ്പിപ്പി കിക്കിക്കി പിപ്പിപ്പി. അതിന്റെ അടിയിൽ ഒരു പ്രൈവറ്റ് ബസ്സുകാരന് വന്നിട്ട് നെക്കിയിട്ട് നിൽക്കണെന്നാണ്. ഭക്ഷണം നല്ലോണാണ് കഴിച്ചിട്ട് ഈ കിക്കിപ്പി പിപ്പിപ്പിങ്ങളും കേൾക്കലില്ല. അതന്നെ ഞാൻ പറഞ്ഞു. അതേ സമയത്ത് ഭക്ഷണം കുറച്ച് കഴിക്കാം, നേരം കണക്കാക്കിയിട്ടല്ല, വിശപ്പ് കണക്കാക്കിയിട്ട് അപ്പുറം കഴിക്കാം. അതിനിപ്പോ 10 മണിക്കൊള്ളൊന്നൊന്നുമില്ല ഭക്ഷണം കഴിക്കാൻ, ഉച്ചയ്ക്കൊള്ളൊന്നുമില്ല. വിശപ്പുണ്ടോ? ഭക്ഷണം കഴിക്കാം. എങ്ങനെ ഭക്ഷണം കഴിക്കണം? ഒന്നായിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം. ആഹാരം കഴിക്കുമ്പോൾ വയറ് ഫുള്ളായിട്ട് കഴിക്കലല്ല. മൂന്നാമത്തെ മറ്റൊരു കാര്യം റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നത്, ഭക്ഷണത്തിന് വേണ്ടി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായിൽ ഒരു ഉരുള ചോറ് വെച്ചാൽ അത് ചവച്ചിറക്കിയ ശേഷമേ രണ്ടാമത്തെ ഉരുള എടുക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? അതാണ് റസൂലുള്ളാഹിന്റെ ഭക്ഷണ രീതി. അതുപോലെ തന്നെ വായിൽ കൊള്ളണ രീതിയിലാണ് കഴിക്കേണ്ടത്. നാളെ നമ്മളെ കല്യാണ പന്തലിൽ നിന്ന് ഒരു ചങ്ങായി ചോറിങ്ങനെ ഉരുട്ടിന് കണ്ടിട്ട് ഒരാൾ ചോദിച്ചത് തലയിൽ വെക്കാനാണോ? ആ ജാതി ഉരുളിലാണ് വരുന്നത്. അല്ലാഹു റബ്ബി, എന്താ ചെയ്യ? ഭക്ഷണം കഴിക്കാൻ ഇപ്പൊ നമ്മൾ കല്യാണ പന്തലിന് സപ്ലൈക്കാരൻ ഒരാൾക്ക് കൊടുത്തു ഭക്ഷണം, പിന്നെയും കൊടുത്തു. രണ്ടാമത്തെ ട്രിപ്പ്, മൂന്നാമത് കൊടുക്കുമ്പോ സപ്ലൈക്കാരൻ ഒന്നിങ്ങനെ നോക്കി, നാട്ടുകാരനല്ലല്ലോ ഇപ്പൊ എവിടുന്ന വരുന്നത്. നാലാമതും ചോദിച്ചു. നാലാമത് കൊടുത്തപ്പോ സപ്ലൈക്കാരൻ ഒന്നും കൂടെ നല്ലോണം നോക്കിയിട്ടാ കൊടുത്തത്. അത് വെച്ചുകാണ്ട് അഞ്ചാമതും ചോദിച്ചു. അപ്പൊ സപ്ലൈക്കാരൻ പറഞ്ഞു, ജയ് കുറച്ച് വെള്ളം കുടിച്ചു നോക്കുക, എനിക്ക് ചിലപ്പോ ദാഹക്കാരനാവും. അപ്പോ എന്ന മാതിരി നമ്മൾ കിട്ടുന്നിടത്ത് എന്താക്കാണ് ഭക്ഷണം ലിമിറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആഹാരം കഴിക്കുമ്പോൾ കുറേശ്ശെ കഴിക്കണം, വായിൽ കൊള്ളണത് കഴിക്കണം, ഒന്ന് ചവച്ചരച്ചിട്ടാണ് അടുത്തത്. ഇങ്ങനെ ഭക്ഷണത്തിന്റെ മര്യാദ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഞാൻ ഇവിടെ താമസിക്കുന്നില്ല, ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ഒരു നാട്ടിൽ രോഗമുണ്ടാവുകയില്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് 2 ലക്ഷം ജനങ്ങൾ മദീനത്ത് താമസിച്ചിട്ട് അവിടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു ക്യാൻസർ രോഗിയില്ല, ഒരു കിഡ്നി രോഗിയില്ല, അങ്ങനെയുള്ള ഒരു രോഗിയും ഇല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു ഡോക്ടർ 3 മാസം മദീനത്ത് താമസിച്ചിട്ട് ഒരൊറ്റ രോഗിയെയും കണ്ടില്ല. അത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളുടെ ഭരണകാലം, ഉമർ ഖത്താബ് തങ്ങളുടെ ഭരണകാലം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ഭരണകാലം, അലി റളിയല്ലാഹുവിന്റെ ഭരണകാലം, ഖുലഫാഉർ റാഷിദീങ്ങളൊക്കെ ഭരിക്കുന്ന കാലത്ത് മദീന സൊസൈറ്റിയിൽ ഒരു ഡോക്ടർ ഇല്ല. നമ്മൾ ഇസ്ലാമിനെ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉമ്മമാര് മനസ്സിലാക്കണം, വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊടുക്കണം മക്കൾക്ക്. എപ്പോഴെങ്കിലും ഒക്കെ ഒരു പൂതിക്ക് മതി വാങ്ങിക്കഴിക്കലൊക്കെ ഒരു പൂതിക്ക് പോരെ എപ്പോഴെങ്കിലും. ഇത് നമ്മൾ ഫാസ്റ്റ് ഫുഡ് ഭക്ഷണങ്ങൾ വന്നു, ആ ഭക്ഷണത്തിൽ സുബ്ഹാനല്ലാഹ് പൊരിച്ചതിൽ തന്നെ പിന്നെയും പൊരിച്ചു, പൊരിച്ചിൽ തന്നെ പിന്നെയും പൊരിച്ചു. അങ്ങനെയുള്ള എണ്ണയാണ് നമ്മൾ വാരി വലിച്ചകത്താക്കിക്കൊണ്ടിരിക്കുന്നത്. നബി തങ്ങൾക്ക് മൈമൂന ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ എത്തി. നബി തങ്ങൾ എത്തിയപ്പോൾ മൈമൂന ബീബിയുടെ അനുജത്തി അപ്പുറത്ത് താമസിക്കുന്നുണ്ട്. അപ്പൊ മൈമൂന ബീബി കുറച്ച് മാംസം കൊടുത്തയച്ചു. ആ മാംസം കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചപ്പോൾ ഖാലിദ് ബിൻ വലീദ് തങ്ങളൊക്കെ കൂടെയുണ്ട്. ഈ റസൂലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് ഏതാന്ന് ചോദിച്ചിട്ടേ കഴിക്കുള്ളൂ. ഇത് ചിക്കനാണോ മട്ടനാണോ എന്നൊക്കെ ചോദിച്ചിട്ടേ കഴിക്കുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ചോദിച്ചു, ഈ ഭക്ഷണം ഏതാണ്? അപ്പൊ പറഞ്ഞു, അത് ഉടുമ്പിന്റെ മാംസമാണ്. റസൂലുള്ളാഹി തങ്ങൾ അത് ഖാലിദിന് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഖാലിദേ, എന്റെ ആ മാഷത്തിന് ആ ഭക്ഷണം പരിചയമില്ല. ഖാലിദ് റളിയല്ലാഹു അൻഹു പട്ടാളക്കാരനാണ്, നല്ല ആഫിയത്തിൽ നിൽക്കുന്ന ആളാ, മൂപ്പർക്ക് കഴിക്കുന്നതിന് കുഴപ്പമില്ല. പ്രിയപ്പെട്ട സഹോദരന്മാർ, എല്ലാവർക്കും എല്ലാ ഭക്ഷണവും വെക്കുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഭക്ഷണം കഴിക്കുക ഏതാണെന്നറിയോ? അവനവന്റെ നാട്ടിലുള്ള ഭക്ഷണം കഴിക്കാനാണ് റസൂൽ പഠിപ്പിച്ചത്. നമ്മളെ നാട്ടിലെ ചക്ക, വർഷത്തിൽ ഒരിക്കൽ ഉണ്ടാകുന്ന ചക്ക നമ്മളെ നാട്ടിലെ ഏറ്റവും നല്ല പഴമാണ്. ചക്ക കഴിക്കുക എന്നത്, ഞാൻ ചക്ക വേവിച്ച് കഴിക്കുന്നത്, പഴുത്ത് കഴിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട അത് ഉണ്ടല്ലോ, ആ ചക്ക അത് നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല ഭക്ഷണമാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ചക്ക വെച്ചത് കണ്ടെങ്കിൽ
തലച്ചോറ് അള്ളാഹ് എവിടെ വെച്ചേക്കണത്? കാലുമല. തലച്ചോറ് വെച്ചേക്കണത് എവിടെ? ശരീരത്തിൽ ഏറ്റവും ഉറപ്പുള്ള എല്ലാണ് തലയോട്ടി, അതിന്റെ ഉള്ളിലാണ് തലച്ചോറ് വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്? അത്ര ഭദ്രമായി സൂക്ഷിക്കേണ്ട സാധന തലച്ചോറ്. അതുകൊണ്ടാണ് ഇവിടെ നല്ല ഉറപ്പുള്ള തലയോട്ടിമേൽ വെച്ചത്. ചക്കച്ചോള എവിടെയാ നിൽക്കുന്നത്? ചക്കന്റെ പുറത്ത് നല്ല കട്ടിയുള്ള തൊലി, അതിനെങ്ങനെ നല്ല മുള്ളുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് സംരക്ഷണമാണ് അല്ലേ. ചക്കണ് മുറിച്ചാൽ നല്ലൊരു സ്മെല്ലുണ്ട് വരും. അപ്പോഴേക്ക് കൊതുക്, ഈച്ച, പല രോഗാണുക്കളും വരും. ഒരപ്പം തന്നെ അതിലാണ് മുക്കിക്കൊല്ലുവരും. എന്നിട്ട് നമുക്ക് ചക്കച്ചോളം ഇങ്ങനെ കണ്ടിട്ട് വല്യമാന്റെ ഊറിയില് മോരും കുടുക്ക വെച്ച പോയാണ് ചക്കച്ചോളം ചിക്കൻ. ഇപ്പത്തെ കുട്ടിയൊക്കെ അറിയുമെന്നറിയില്ല അല്ലേ. പണ്ട് വല്യമാന്റെ മോരും കുടുക്ക വെക്കാൻ ഇങ്ങനെ 4 കയറുകൊണ്ട് ഇങ്ങനെ തൂക്കിയിട്ട് നടുക്ക് ഇങ്ങനെ ഇരിപ്പിടം വെച്ചിട്ട് അയിമ ഇങ്ങനെ മോരും കുടുക്ക വെച്ചത് കാണും. എന്ന മാതിരി ചക്കച്ചോളം വെച്ചിരിക്കണത് എങ്ങനെ? എത്ര ഇരിപ്പിടം ഒരുക്കിയിട്ട് ഒരു ചക്കച്ചോളം ഇത്ര ഭദ്രമായി ഒരു പഴം അള്ളാഹു തആല സൂക്ഷിച്ചു വെച്ചപ്പോൾ ബുദ്ധിയില്ലേ ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ? കേരളീയ ആളുകൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം നമ്മുടെ കേരളത്തിന്റെ ഭക്ഷണമാണ്. മറ്റുള്ളതൊക്കെ എപ്പോഴെങ്കിലും കഴിച്ചാൽ മതി ഒരു പൂതിക്ക്, അത് വിരുന്നുകാരനാണ്. നമ്മുടെ നാടിന്റെ മാങ്ങ, നാടിന്റെ തേങ്ങ, നാടിന്റെ ചെരങ്ങ, നാട്ടിന്റെ മുരിങ്ങ, ഈ നാടിന്റെ ഭക്ഷണങ്ങൾ അത് ചേർത്തുകൊണ്ട് ആഹാരം കഴിക്കണം. ഓരോ നാട്ടുകാർക്ക് വേണ്ടിയാണ്. ആ നാട്ടിൽ ഊട്ടിയിൽ ജനിക്കണ പട്ടിക്കുട്ടി ജനിക്കുമ്പോ തന്നെ പുതപ്പോട് കൂടിയാ ജനിക്കണത് അല്ലേ. ഊട്ടിയിൽ പട്ടി കണ്ടിട്ട് ബ്ലാങ്കറ്റോട് കൂടിയാണ് ആ പട്ടിനെ കാണുന്നത്. അത് അവിടേക്കും വേണ്ടി ഉണ്ടാക്കിയതാണ്. നമ്മുടെ കേരളത്തിൽ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾക്ക് ഭക്ഷണം കൊടുത്താൽ നബിതങ്ങൾ അന്വേഷിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിൽ പാകം ചെയ്യുക ഭക്ഷണം. സഹോദരിമാര് ശ്രദ്ധിക്കണം. പഴയ കാലത്തൊക്കെ ഒരു വാപ്പ, ഒരു ഭർത്താവ് ഹോട്ടലിലേക്ക് കയറി ഭക്ഷണം കഴിക്കൂല. ആ പൈസക്കും കൂടി ഒരു കോഴിക്കുട്ടിനെ വാങ്ങിയിട്ടുണ്ടാക്കും, പെരിയെ കൊണ്ടുവന്നിട്ട് ഉമ്മയും ബാപ്പിയും മക്കളൊക്കെ ഒരുമിച്ച്. കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം മുത്തുനബി പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ഒരു വിഷയമാണിത്. ഒരു വീട്ടിൽ ഉമ്മ, വാപ്പ അഥവാ ഭാര്യ, ഭർത്താവ്, മക്കൾ ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. സാധിക്കുന്ന വീട്ടുകാർ മുഴുവനും ഒരുമിച്ച് ഭക്ഷണം, അത് നിങ്ങൾ പരസ്പരമുള്ള സ്നേഹം വല്ലാതെ വർദ്ധിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ഭാര്യമാര് എപ്പോഴും ഭർത്താക്കന്മാരെ പറ്റി അഥവാ ഉമ്മ വാപ്പയെ പറ്റി നല്ല സന്തോഷം മക്കളോട് പറയണം. ഉമ്മ എപ്പോഴും വാപ്പയെ പറ്റി നല്ല സന്തോഷമാണ്. മക്കളെ, വാപ്പാനെ വെറുപ്പിക്കരുത് കേട്ടോ, വാപ്പാനെ മുഷിപ്പാക്കരുത് കേട്ടോ. വാപ്പ എത്ര കാലായി അധ്വാനിക്കണ്. വാപ്പാന്റെ അധ്വാനമാണ് ഈ ഭൂമി, വാപ്പാന്റെ അധ്വാനമാണ് ഈ വീട്. മോനെ, വാപ്പ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് എന്റെ ഫീസ് അടക്കണത് എന്നറിയോ? അതൊക്കെ മക്കളോട് ഉമ്മ നല്ല പോലെ വാപ്പാനെ പറ്റി ബഹുമാനം പറയണം. വാപ്പ എപ്പോഴും ഉമ്മാനെ പറ്റി സ്നേഹം പറയണം. മക്കളെ, ഇപ്പോഴാണ് ചെറിയൊരു കഴിവൊക്കെ ഉണ്ടായത്. നിന്നെയൊക്കെ ഗർഭം ധരിക്കണ സമയത്ത് ഉമ്മാക്കൊരു ഫ്രൂട്ട് വാങ്ങിക്കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. നല്ലൊരു ഓർലിക്സിന്റെ കുപ്പി ഉമ്മാക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഉമ്മ നിന്നെ പോറ്റിയത്, നിന്നെ ഗർഭം ധരിച്ചത്. ഉമ്മാനെ പറ്റിയുള്ള ബഹുമാനം, വാപ്പയെ പറ്റിയുള്ള ആദരവ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കണം. നമ്മളിപ്പോ അങ്ങനെയാണോ? ആണോ? നമ്മള് പറയണത് ഇപ്പൊ ഞാൻ ഈ മൈക്കില് പറയാൻ നിക്കാന്നൊക്കെ. ഉമ്മാനോട് കുട്ടി പറഞ്ഞു, ഉമ്മ അഞ്ച ഷൂ കാണാനല്ല, എന്റെ തന്തനോട് പറഞ്ഞോളാ. കുട്ടി ഇങ്ങനെ അന്തം വിട്ട് കാണാൻ ചെന്ന് നോക്കുമ്പോൾ ഒരാൾ കൊലയുമ്പോ ഇങ്ങനെ കുത്തിരിക്കണം, ഇപ്പ എനിക്ക് ഷൂ ആണെന്ന് എന്റെ തള്ളനോട് പോയി പറയാം. നമ്മളെ ഉമ്മാക്കും ബാപ്പാക്കും തന്ത തള്ള എന്നൊരു പേരുണ്ട് എന്ന് കുട്ടി ആദ്യം പഠിച്ചത് എവിടുന്ന്? അത് നമ്മളെ തന്നെ പഠിച്ചതാണ്. നമ്മള് വെറുതെ പറയാണ്, ആ അയൽവക്കത്ത് ചെറുക്കനെ കൊണ്ട് പഠിച്ചാണ്, ഓനും കൂടി കേടുന്നത് നമ്മളെ കുട്ടിനെ കൊണ്ടാന്നാ മനസ്സിലാക്കണം.